ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചലച്ചിത്ര നിർമ്മാതാവായ ശ്രീ സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രാജ്യത്ത് തന്നെ ആദ്യമായി സമിതിയെ നിയോഗിച്ചെന്ന് കയ്യടി നേടിയെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാനോ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 10 മാസം പിന്നിടുമ്പോഴും നിയമനിർമ്മാണം വേണം എന്നതുൾപ്പെടെയുള്ള ശുപാർശകൾ മന്ത്രിയുടെ മേശപ്പുറത്ത് പൊടിപിടിച്ചിരിക്കുകയായിരുന്നു ഇത്രയും വർഷക്കാലമായി. മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ ചലച്ചിത്രതാരം ശാരദയെ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥ ശ്രീമതി KB വത്സലകുമാരി എന്നിവർ അടങ്ങുന്ന 3 സമിതിയെ നിയോഗിച്ചത്. 2019 ഡിസംബർ 31 സമിതി മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് സമർപ്പിച്ചത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വഴി 1.25 കോടി രൂപ ചെലവിട്ടാണ് തയ്യാറാക്കിയതെങ്കിലും റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. ഇതുവരെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നിയമനിർമ്മാണം വേണമെന്ന് ശുപാർശ ചെയ്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർക്കാർ അവഗണിക്കുന്നത് ആരെ സഹായിക്കാനാണെന്നാണ് ഉയരുന്ന ചോദ്യം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടുത്ത ചൂഷണത്തിനിരകളാകുന്നു എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മേഖലയിലെ ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമത്തിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പോലും സ്ത്രീകൾ തയ്യാറാകുന്നില്ല. അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങളും സിനിമയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. അപ്രഖ്യാപിത വിലക്കുകളുണ്ട്. പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയിൽ അവസരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ലോബിയാണ് തീരുമാനിക്കുന്നത്. പ്രമുഖ നടന്മാരും വിലക്ക് നേരിടുന്നുണ്ട്. സെറ്റുകളിലെ ലഹരി ഉപയോഗം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നിങ്ങനെ പലതും റിപ്പോർട്ടിൽ ഉണ്ടാകുന്നായിരുന്നു സൂചനകൾ. വിലക്കുകളും ചൂഷണങ്ങളും തുടരുമ്പോഴും സർക്കാർ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കുന്ന വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പഠിച്ച ശേഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മന്ത്രിസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കുകയും നടപ്പാക്കുകയുമാണ് വേണ്ടത്. എന്നാൽ സർക്കാർ ഈ നടപടിയിലേക്ക് കടക്കാൻ തയ്യാറായില്ല. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാർ അതിൽ തീരുമാനമെടുക്കണമെന്നും റിപ്പോർട്ടിന് അനുകൂലമായോ പ്രതികൂലമായോ തീരുമാനം എടുക്കാമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പരസ്യമാകാനുള്ള വഴിയൊരുങ്ങിയ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഭയക്കുന്നത് ആരാണ്? ദൈലിമ ചർച്ച ആരംഭിക്കുകയാണ്. ചർച്ചയിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് ഡോക്ടർ പ്രമീള ദേവി, ജോസ് തോമസ് സംവിധായകൻ, ബാലചന്ദ്രകുമാർ സംവിധായകൻ, അഞ്ജു പ്രവിഷ്പാർവതി ആക്ടിവിസ്റ്റ്, അഡ്വക്കേറ്റ് TB മിനി ജനാധിപത്യ മഹിളാ സംഘടന, അഞ്ജലി മെനൻ സംവിധായിക എന്നിവർ പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ശ്രീമതി അഞ്ജു പാർവതിയിലേക്കാണ്. മാം, എന്തായാലും WCCയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ 2019 മുതൽ ഇന്നുമല്ല സർക്കാരിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അന്നു മുതൽ ഇന്ന് വരെ തുടർന്ന് നിരാശാജനകമായ നിശബ്ദത ഭേദിക്കപ്പെടുകയാണ്. എന്തായാലും ജസ്റ്റിസ് VG അരുണിൻ്റെ ഈ ഒരു വിധി പ്രസ്താവത്തോടെ ഇന്ന് വന്ന്, പക്ഷേ കോടതി ഒരാഴ്ചക്കാലത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. എതിർകക്ഷികൾക്ക് വേണമെങ്കിൽ ഹർജിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഡിവിഷൻ ബെഞ്ചിനെയോ അല്ലെങ്കിൽ പരമോന്നത നീതിപീഠത്തെയൊക്കെ സമീപിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം ചലച്ചിത്ര മേഖല വളരെ ഗ്ലാമറസായ മേഖലയാണ്. ഒരുപക്ഷെ പൊതുസമൂഹത്തിന് ഏറ്റവും അധികം ആകാംക്ഷ ഈ റിപ്പോർട്ടിൽ ആരെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും. ഈ ബാധിക്കപ്പെട്ടവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ വന്ന് അവർ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളോ വിവേചനങ്ങളോ ഒക്കെ പറഞ്ഞവർക്കൊരു പ്രതീക്ഷയും ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തെ പൊതുവിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ആദ്യം ശരിക്കും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019, അതായത് നമ്മുടെ ഈ 2017 അവിടെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തൊഴിൽ മേഖല, സിനിമ എന്ന തൊഴിൽ മേഖലകളിൽ ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ അതിക്രമം മാത്രമല്ല, അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജെൻഡർ പൊളിറ്റിക്സ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടൊരു കമ്മിറ്റി വേണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഒരു സംഘടന ഫോം ചെയ്തു. WCC എന്ന് പറഞ്ഞൊരു സംഘടന ഫോം ചെയ്തു. എന്നിട്ട് അവർ അപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതിൻ്റെയൊക്കെ റിയാക്ഷനായിട്ടാണ് ഈ ഒരു കമ്മിറ്റി, ശരിക്കും കമ്മീഷനിലെ കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പോൾ ഫോം ചെയ്തതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. സിനിമാ മേഖലയിൽ നിന്ന് എത്രയോ വർഷങ്ങളുടെ പരിചയമുള്ള അഭിനേത്രി ശാരദാമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്യൂറോക്രാറ്റ് വത്സല മാം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും നമ്മുടെ ജസ്റ്റിസ് മാം. അപ്പോൾ ഇത്രയും ഇതായിട്ടുള്ള, എന്നിട്ട് അവർ വളരെ പെട്ടെന്ന് എല്ലാ സിനിമയിലുള്ള എല്ലാ മേഖലയിലുള്ളവരും, ആക്ടിങ് ആയിട്ടുള്ളവർ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ, സംവിധായകർ, നിർമ്മാതാക്കൾ, അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 300ഓളം പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് എന്താ പറയുക, 2019 തന്നെ റിപ്പോർട്ടെല്ലാം സമർപ്പിക്കപ്പെട്ടു. എന്നിട്ടും 5 വർഷം
ഈ ഒരു എന്താ പുറം ലോകത്ത് എത്തിയില്ല എന്ന് കാണിക്കുമ്പം അത് ആലോചിച്ച് നോക്കുക, എവിടെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന, അതും ഇടതുപക്ഷം മതിൽ കെട്ടിയിട്ടുള്ള ഒരു കേരളത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്കതിൽ ഏറ്റവും ഒരു ഐറണിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും മിക്കവരും അവർക്ക് വ്യക്തമായൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്സ് ഒക്കെ തന്നെ ഇടതോരം ചേർന്ന് നടക്കുന്നൊരു പൊളിറ്റിക്സാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ സ്ഥാപനമായിട്ട് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന റിമ ഒക്കെ. അപ്പോൾ അവരുടെ രാത്രി നടത്താൻ ഇങ്ങനെ കുറേ പരിപാടികൾ, ഇടത് സർക്കാരിൻ്റെ പരിപാടികളൊക്കെ ഇവരാണ് മുന്നിൽ നിന്ന് അതിനുള്ള എല്ലാ ഒരു സെലിബ്രിറ്റിയുടെ ആ വെള്ളി വെളിച്ചത്തിൻ്റെ ആ ഒരു എല്ലാ ഗ്ലാമറസ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ട് അത്രയും ആളുകൾ അട്രാക്ട് ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടും, പക്ഷേ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഈ എന്താ പറയുക, ഈ സർക്കാർ അവർക്കെതിരെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. അപ്പം അത് ശരിക്കും, പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ അതൊന്നും ആരും ഇവർക്കിതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. ഈ 5 വർഷം ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഒളിച്ചു വെച്ചു? അതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുവാണ്, ഇതേ ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരും ഒക്കെ ഒരു സിനിമ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ, അല്ലെങ്കിൽ സ്ത്രീ പാട്രിയാർക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ. അതും നമ്മൾ വ്യക്തമായിട്ട് പറയണം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെ പിന്നിലും ഒരു വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അത് കണ്ണിൽ, നമ്മുടെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ളൊരു ഗിമ്മിക് പരിപാടികളുണ്ട്. കാരണം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ കാണും. അപ്പം ആ ഒരു സിനിമയുടെ വ്യക്തമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം തുറന്ന് എഴുത്തുകൾ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തീർച്ചയായും ഭയങ്കര തുറന്ന എഴുത്തുകൾ ഉണ്ടായിരുന്നു. അതിന് വലിയ നമ്മൾ വെൽക്കമിങ് ചെയ്ത ഒരു ചേരിയുണ്ട്. തീർച്ചയായും 2 ചേരികൾ ഉണ്ടായിരുന്നു, അതിൽ വെൽക്കമിങ് ചെയ്തൊരു ചേരിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ ഒരു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ഒരു കമ്മീഷൻ, അതല്ലെ കമ്മിറ്റി, ആ റിപ്പോർട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിച്ചില്ല എന്ന് പറയുമ്പം എന്തൊരു ഐറണിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ സ്രാവകൾ ഉണ്ടാവാം ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഭയക്കുന്നതുമെല്ലാം. യൂഷ്വലി ഉള്ളൊരു കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നിയമസഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാണിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനൊരു സ്പെഷ്യൽ ആക്റ്റൊക്കെ ഉണ്ട്, 1952 ആക്റ്റും ആയിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല ഈ കമ്മിറ്റി ഫോം ചെയ്തത്. ഇതൊക്കെ തന്നെ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ നിയമസഭയിൽ വെക്കണമെന്നില്ല. പക്ഷെ അതെന്തുകൊണ്ട് അത് അങ്ങനെ അല്ലാത്തതാണ് ഇത്. ബാക്കിയുള്ള കമ്മീഷനൊക്കെ പൊതുവേ എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് എല്ലാവരും അങ്ങനെയാണല്ലോ. പിന്നെ ഇത് പൊതുജനം അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിന് ശരിക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇതിൻ്റെ പൈസ അല്ലെങ്കിൽ നികുതി പണം 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ജനങ്ങളുടെ പോക്കറ്റ് നിർത്തുക, അതായത് നികുതി പണമാണ്. അപ്പം ഇതിൻ്റെ എന്താണ് എന്നറിയാൻ ഓരോ പൗരനും, ശരിക്കും നികുതി കൊടുക്കുന്ന ഓരോരുത്തർക്കും അവകാശമുണ്ടെന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള വേൾഡാണ്. അപ്പോൾ കുട്ടികൾ എല്ലാവർക്കും, ഇനിയുള്ളൊരു ജനറേഷൻ, ഈ സിനിമ അഭിനയം മാത്രമല്ലല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ പിന്നിൽ വസ്ത്രാലങ്കാരം എല്ലാ മേഖലകളും ഉണ്ട്. അപ്പം അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഇത്രയും ചൂഷണം നമുക്കറിയാം. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുകൾ ഒരു വശം പറയുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ കടന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറുവശം പറയുന്നുണ്ട്, ഇല്ല അവസരങ്ങളില്ലാതെ അങ്ങനത്തെ കാസ്റ്റിംഗ് കൗച്ചൊന്നും ഞാൻ നേരിട്ടില്ല. 2 വശവും നമുക്ക് കേൾക്കാം. പക്ഷെ നമുക്കറിയേണ്ടത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു മേഖല എന്ന് പറയുമ്പം ഓരോ സിനിമാ സൈറ്റുകളും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരു ക്രൂ ഉണ്ട്. അപ്പോൾ ഒരു ക്രൂവിലുള്ള അനുഭവം ആയിരിക്കത്തില്ല മറ്റൊരു ക്രൂവിൽ ചെല്ലുമ്പോൾ അടുത്തൊരാൾക്ക് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും റിപ്പോർട്ടിൻ്റെ അകത്തുള്ളപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, വേതനം, തുല്യവേതനം, അങ്ങനത്തെ വേതനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാൾ ഇത് ഒളിച്ചു വെച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ഒരു യൂട്യൂബർക്കെതിരെയൊക്കെ നമ്മൾ പറയാം പരസ്യമായിട്ട് വ്യക്തിയധിക്ഷേപം നടത്തിയതിനെതിരെ അമ്മ എന്ന് പറഞ്ഞ സംഘടന വലിയ രീതിയിൽ അതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നു, കേസും ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയും 5 വർഷങ്ങളിൽ അവരുടെ മേഖലയിൽ തന്നെയുള്ള സ്ത്രീകൾ ഒരുപാട് പേര്, പലരും സ്വകാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഓഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ വിവരാവകാശത്തിൽ പറയുന്നുണ്ട് ആരുടെയും സ്വകാര്യതയ്ക്ക് ഹാനി ഒന്നും വരുത്തില്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഹർജി എന്ന് പറയുമ്പം അവർക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടും എന്നുള്ള ഭയമുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള മാഫിയകൾ പുറത്തു വരും എന്നുള്ള ഭയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട, വലിയൊരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. യെസ്. ശ്രീ ജോസ് തോമസ്, ഇപ്പോൾ നമ്മുടെ മാം അഞ്ജു പാർവതി മാം പറഞ്ഞതുപോലെയാണ്, നമുക്കറിയാം ഈ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ ആ ഒരു സാഹചര്യം നമുക്കറിയാം, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ആ ഒരു സമയത്ത് സംസ്ഥാനത്തെ ഒട്ടാകെ സ്ത്രീ സുരക്ഷ കൂടിയാണ് ആ സമയത്ത് ചർച്ചയായത്. ഇപ്പോൾ ശ്രീമതി അഞ്ജു പാർവതി പറഞ്ഞതുപോലെയാണ്, രാത്രി നടത്തമൊക്കെ ഉള്ളവരൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് മീഡിയയൊക്കെ വിളിച്ചുകൂട്ടി എന്താണ് പറയുക, ആ ഒരു പ്രഭാവലയത്തിലായിരുന്നു ഒരു രാത്രി നടത്തമൊക്കെ. പിന്നീട് അങ്ങോട്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സർക്കാർ കൈക്കൊണ്ടു എന്നൊക്കെയുള്ളത് ചോദ്യം.
അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു വിവേചനം അല്ലെ ചൂഷണം എന്നൊക്കെ എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും നേരിടുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സിനിമാ മേഖല മാത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കപ്പെടുന്നു? ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ, ആൻസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടുമോ, തച്ചുടയ്ക്കപ്പെടുമോ? മാത്രമല്ല ഇത് ചില വ്യക്തികളെ മാത്രമായിരിക്കുമോ ബാധിക്കുക, അതോ സിനിമാ മേഖലയെ ഒട്ടാകെ ബാധിക്കുമോ? സിനിമാ മേഖലയെ ഒട്ടാകെ ബാധിക്കുമെന്ന് പറയുന്ന ഒരു കാര്യമില്ല, ഒട്ടാകെ ബാധിക്കില്ല. പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങളാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സമത്വം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന ഒരു സർക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയതും അങ്ങനെ ഒരു റിപ്പോർട്ട് സ്വീകരിച്ചത്. ഇവിടെ ഈ റിപ്പോർട്ട് ഇത്രയും നാളും പൂഴ്ത്തി വെച്ചിട്ട് ഇവിടെ WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായത് തന്നെ ഈ ഒരു നടിക്കുണ്ടായ ആ പ്രശ്നങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു സംഘടന രൂപവൽക്കരിച്ചത്. എന്തുകൊണ്ട് ആ സംഘടനയിൽ പറ്റി നിൽക്കുന്ന എല്ലാവരും, ഒരുമാതിരിപ്പെട്ട എല്ലാവരും, 90% സ്ത്രീകളും ഇടതുപക്ഷ ചായവുള്ളവർ, അവരെന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല? അവരെന്തുകൊണ്ട് സർക്കാരിനോട് ചോദിക്കുന്നില്ല? എന്താണ് ഞങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ നിസ്സംഗത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നില്ല? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. പിന്നെ ഇവിടെ ഒരു സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരാളാണ് സ്റ്റേയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. ഈ സജിമോൻ പാറയിൽ അങ്ങനെ സിനിമാ രംഗത്ത് പ്രമുഖനായ ഒരു നിർമ്മാതാവൊന്നുമല്ല. ആ സിനിമാ മണ്ഡലത്തിൽ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു ആളുമല്ല. ഇതിന്റെ പിന്നിലാരാ? സജിമോൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം സ്റ്റേയ്ക്ക് പോയി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങൾ ഉടയുമോ എന്നുള്ളത് അത് സർക്കാർ നോക്കേണ്ട കാര്യമല്ലല്ലോ. സർക്കാർ സ്ത്രീ സുരക്ഷ എന്നല്ലേ പറയുന്നത്. അതില് ആ റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടുന്നേ. അതിനെ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇൻഡസ്ട്രി തകർന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും തകരില്ല. അങ്ങനെ സ്ത്രീകൾക്ക് ദുരന്തം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ വലിച്ചത്ത് കൊണ്ടുവരണ്ടേ? അതല്ലേ സത്യം, നീതി എന്നൊക്കെ പറയുന്നത്. ഈ ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ഒരു സർക്കാർ എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ മടിപിടിച്ചിരിക്കുന്നത്? ഈ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് വിവരാവകാശ രേഖകൾ കൊടുത്തു ഇതിന്റെ ഉള്ളടക്കം അറിയാൻ വേണ്ടി. അതിൽ കുറെ പേരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി കുറെ ഏരിയ അത് പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിക്കുന്നു. കാരണം ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്ത ഹേമ കമ്മിറ്റി കമ്മീഷൻ മുമ്പ് റിപ്പോർട്ട് കൊടുത്ത സ്ത്രീകളുണ്ട്. അവരുടെ സ്വകാര്യതയെ മാനിച്ചു തന്നെ ആവണം. എന്നാൽ സിനിമാ രംഗത്ത് നിന്ന് ഒരുപാട് പേര് ആ കമ്മിറ്റിക്ക് മുമ്പാകെ ദിവസങ്ങളോളം പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു വിട്ടാൽ എന്താണ്? ആരുടെ സുരക്ഷയാണെന്ന് നിങ്ങൾ നോക്കുന്നത്? ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് തൊഴിലിടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണ്ടേ? ആ സ്ത്രീക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകും. അവരുടെ പേര് സ്വകാര്യമായി വെച്ചുകൊണ്ട് തന്നെ ആര് പീഡിപ്പിച്ചോ അല്ലെങ്കിൽ ആരാണ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവരെ വിളിച്ചത് കൊണ്ടുവരും. അവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണോ സർക്കാരിന്റെ നയം? ആ ചോദ്യം പ്രസക്തമാണ്. ഇന്ന് സിനിമാ മേഖലയിൽ എവിടെ ചെന്നാലും ചോദിക്കുന്ന എന്നോട് തന്നെ, ഞാൻ യൂട്യൂബിൽ വളരെ സജീവമായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയെന്ന് അറിയാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട്, ആരുടെ പേരൊക്കെയുണ്ട്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പരദൂഷണം ആഗ്രഹിക്കുന്ന കുറച്ചു പേരുടെ ആകാംക്ഷയായിട്ട് മാത്രം കാണരുത്. സിനിമാ രംഗത്ത് പലരും ഭയക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ്, തെളിവാണ് ആ ചോദ്യങ്ങൾ. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. അങ്ങനെയുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ സ്റ്റേയ്ക്ക് പോയത് അല്ലെങ്കിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും സംശയം എനിക്ക് ഉണ്ട്, അത് പൊതുസമൂഹത്തിനുണ്ട്. ശ്രീ അഞ്ജു പാർവതി, ഈ സർക്കാർ പരസ്യമായും രഹസ്യമായും പറഞ്ഞ പല കാര്യങ്ങളുടെ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ, പക്ഷേ അധ്യക്ഷ തന്നെ പറഞ്ഞു ഇത് സിനിമാ വ്യവസായ മേഖലയെ ഒട്ടാകെ ബാധിക്കും, പല കുടുംബങ്ങളും തകരും എന്നുള്ളത്. മാത്രമല്ല, ഈ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ സാധിക്കില്ല. യാദൃശ്ചികമാണോ എന്നറിയില്ല. ഈ ഒരു വിഷയത്തിൽ ഹർജിക്കാരൻ അദ്ദേഹവും ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിച്ചത് ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, നമ്മളതിനെ സ്വകാര്യത എന്ന് പറയും, പക്ഷെ അങ്ങനെയാണെങ്കിലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതും, അത് യാദൃശ്ചികതയാണോ ഈ രണ്ട് സ്വരങ്ങളും ഒരേപോലെ ആയത് എന്നുള്ളത് അറിയില്ല. അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് തോന്നുന്നു? ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് ഏകപക്ഷീയമാണ്, അല്ലെങ്കിൽ ഈ പേര് വെളിപ്പെടുത്താത്തവർ വയ്ക്കുന്ന ആരോപണങ്ങൾ കഴമ്പില്ല എന്നുള്ളതൊക്കെ അതിലെത്രത്തോളം ഒരുപക്ഷെ ഒരു വിശ്വാസ്യതയുണ്ട്?
സ്വകാര്യത, എല്ലാവരുടെയും സ്വകാര്യത മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലിപ്പോൾ ഞാനൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് സ്വകാര്യത എന്ന് പറയുമ്പോൾ ആരോപണം ആർക്കെതിരെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ WCCയുടെ തന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയണം. എന്തുകൊണ്ടായിരിക്കും ഈ WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ശരിക്കും നെഗറ്റീവായിട്ടുള്ളൊരിത് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘടന തുടങ്ങിയത് തന്നെ സ്ത്രീ സമത്വം അല്ലെങ്കിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. സിനിമയിൽ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി. പക്ഷേ പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഇവർ ഒരുപോലെ നിന്നിട്ടുണ്ടോ? ഇവർക്ക് എപ്പോഴും ഇവരുമായിട്ട് ബന്ധം അല്ലെങ്കിൽ അവർക്ക് ശത്രുപക്ഷത്ത് ഒരാളുണ്ടെങ്കിൽ ആ ശത്രുവിനെ നിലം പരിശാക്കാൻ വേണ്ടി മാത്രം ഒരു എന്താ പറയുക ഒരു പട്ടാളം പോലെ അവരിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും അല്ലെ, ഒരു പോരാട്ടം. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർ ഇരയുടെ സ്ഥാനത്തല്ല വേട്ടക്കാരൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ കോലാഹലങ്ങളും ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇങ്ങനൊരു ഇവരിൽ നിന്ന് തന്നെ ഒരു ഇരട്ടത്താപ്പ് കണ്ടതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് ഈ സംഘടനയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഉദാഹരണം പറയുവാണെങ്കിൽ മറ്റു വിഷയം എന്ന് പറയുമ്പോൾ ആ നടിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കോടതിയുമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെയും അദ്ദേഹം കുറ്റാരോപിതനാണ്. കോടതി ആ കുറ്റം നമ്മുടെ എന്താ പറയുക ഒരാളെ അതാണ് എന്ന് തെളിയിക്കും വരെ ആരോപിതനാണ്. അപ്പം ആരോപിതന്മാർക്കും ശരിക്കും തീർച്ചയായും അവരുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഒരുപാട് മീ-ടു കേസസ് വരുന്നുണ്ട്. ഇന്നത്തെ കാലങ്ങളിൽ ആർക്കെതിരെ വേണമെങ്കിലും നമുക്ക് ഒരു വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആരോപണം ഉണ്ടാകാം, ആരോപണം ഉന്നയിക്കാം. അപ്പോൾ ആരോപണം ഉന്നയിച്ച് മീഡിയാസിൻ്റെ മുന്നിൽ നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആരോപണം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അയാൾക്കും അയാളുടേതായ ജീവിതമുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ്. അപ്പോൾ ആരോപിത അല്ലെങ്കിൽ ആരോപണ വിധേയൻ അല്ലെങ്കിൽ വിധേയ എന്ന് പറയുമ്പം അവിടെയും രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ WCCയുടെ ഒരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കറിയാം ദളിത് ആക്ടിവിസ്റ്റിൻ്റെ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഇതാണ്. അവരെ പീഡിപ്പിച്ചു മറ്റൊരു നടൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് എനിക്കൊന്ന് വെർബൽ ഇതായിരുന്നു, അസോൾട്ടായിരുന്നു കൂടുതലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേ നടന് ഇവർ WCCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടന അവാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ അടുത്ത സിനിമ ഡിക്ലെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു ഗായകൻ, അദ്ദേഹം ഇപ്പോൾ വലിയൊരു നമ്മുടെ റാപ്പ് സിംഗറൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പേരിലൊരു ആരോപണം വന്നപ്പോഴും ഇതേ രീതിയിൽ ഇപ്പം ഇവർ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അവരുടേതായ ശരിക്കും അവർ തീരുമാനങ്ങളിൽ എന്താ പറയുക സുതാര്യമല്ല അവരുടെ തീരുമാനങ്ങൾ എന്നൊക്കെ പറയുമ്പം ചിലർക്കെതിരെ മാത്രം ഭയങ്കര വയലൻ്റ് ആവുക, ചിലർക്കെതിരെ സൈലൻ്റ് ആവുക എന്നുള്ള ഇതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ല, അതിൽ സ്വകാര്യത അല്ലെങ്കിൽ ചിലപ്പം അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പലരും ഇതൊരു മാഫിയ ഉണ്ട്. സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് ലോബീസ് ഉണ്ട്. അപ്പോൾ പലരും പേടിച്ചാണ് അവസരം എൻ്റെ പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കിനി അവസരം, സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവസരങ്ങളുടെ ഇതാണല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ടാവാം സ്വകാര്യത പുറത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെയാണോ? കാരണം സിനിമയ്ക്ക് മാത്രം എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു അവരുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണ് എന്ന് പൊതുസമൂഹം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എവിടെയാണ് ഏത് മേഖലകളിലാണ് ഇവർ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഏത് സംവിധായകൻ അല്ലെങ്കിൽ ഏത് ക്രൂസ് അവരോടൊപ്പം പോകുമ്പോഴാണ് ഇവർ പലപ്പോഴും ഇങ്ങനെ ഇത്തരം അത് കിടന്നു കൊടുത്താൽ മാത്രമേ അവസരമുള്ളൂ എന്നുള്ള ഭീഷണി ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുണ്ട്. നമുക്കറിയാം വളരെ വലിയൊരു വ്യവസായമാണ്, ഒരുപാട് ജീവിതങ്ങളെ ബാധിക്കുന്ന വലിയൊരു വ്യവസായമാണത്. പക്ഷെ അതോടൊപ്പം തന്നെയാണ് എല്ലാവർക്കും അവിടെ ഒരു റൈറ്റ് വേണം. ചിലരുടെ ഇതിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ എന്ന് തന്നെ പറയുമ്പോൾ സിനിമാ മേഖലയിലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പം അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. വലിയ വലിയ സെറ്റുകളിലൊക്കെ സിനിമാ സെറ്റുകളിൽ പോയപ്പോലും അവർക്ക് വസ്ത്രം മാറാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടുണ്ട്, ടോയ്ലറ്റ് ഇഷ്യൂസ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിഞ്ഞാൽ മാത്രമല്ലേ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ വരൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വകാര്യത എന്നുള്ളൊരു കാര്യം മാത്രം വെച്ചിട്ട് പലതും വെളിയിൽ വരണ്ട എന്നുള്ള ഭയം അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. യെസ്, ഇപ്പോൾ ഡോക്ടർ പ്രമിളാദേവി ടെലിഫോൺ ലൈനിൽ കണക്ട് ആയിട്ടുണ്ട്. മാം കേൾക്കാമല്ലോ അല്ലേ? യെസ് മാം, ഈ നമ്മൾ മനസ്സിലായല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരാഴ്ചത്തെ സാവകാശം കോടതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൂടിയും
ഈ ഒരു റിപ്പോർട്ടിന് എന്തുകൊണ്ട് ഇത്രയും കാലം സാംസ്കാരിക വകുപ്പിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു മേശപ്പുറത്ത് പൊടി പിടിച്ചിരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻകൈ എടുത്ത WCC വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അവരുടെ പല നിലപാടുകളും സുതാര്യമല്ല എന്നൊരു അഭിപ്രായം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് വെളിച്ചത്ത് വന്നാൽ, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ വൻ സ്രാവുകൾക്ക് അത് വലിയൊരു പ്രശ്നമാകുമോ? മാത്രമല്ല ആ ഒരു ചലച്ചിത്ര മേഖലയാകാൻ നമുക്കറിയാം, അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ വൻ സ്രാവുകൾ അല്ലെങ്കിൽ അതിലെ താരങ്ങൾ മാത്രമല്ല, ആ ഒരു സിനിമാ മേഖലയെ ഒട്ടാകെ ബാധിക്കുമെന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും പല ചർച്ചകളും പൊതുസമൂഹത്തിൽ വരികയാണ്. എന്താണ് പറയാൻ ഡോക്ടർ പ്രമിള ദേവി ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്? തീർച്ചയായും ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ ഉള്ള അനുമതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നത് വളരെ 5 വർഷമായി നിശബ്ദമാക്കപ്പെട്ട് മഞ്ഞുമൂടി മാറാല മൂടി മേശപ്പുറത്തിരുന്ന റിപ്പോർട്ട് അത് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു മലയാള സിനിമാ മേഖലയിലെ നിർമ്മാതാവ് ഹർജി കൊടുക്കുകയും ഈ ഹർജി തികച്ചും അപ്രസക്തമാണെന്നും അദ്ദേഹത്തിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ലോക്കൽ സ്റ്റാൻഡിൽ യാതൊരു നിയമപരമായ ബന്ധവുമില്ല, ഡോക്ടർ പ്രമിള ദേവി, ഇടയ്ക്ക് ശബ്ദത്തിനൊരു തകരാറ് സംഭവിക്കുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. മാം കേൾക്കാമോ? മാമിലേക്ക് വരാം. മാം പാലക്കാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാലാവസ്ഥ തീരെ പ്രതികൂലമാണ്, അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും. മാമിലേക്ക് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോസ് തോമസ്, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ നമുക്കറിയാം എത്രയോ റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ കമ്മിറ്റികളെ നിയോഗിക്കുക, റിപ്പോർട്ടുകൾ വരിക എന്നുള്ളത് ഇപ്പോൾ വളരെ സാധാരണമായി മാറിക്കഴിഞ്ഞു. അതിന് പുറത്ത് നടപടികൾ എടുക്കണം. എനിക്ക് തോന്നുന്നു വിമൻ സിനിമ കളക്റ്റീവ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ളത് മാത്രമല്ല, അതിൽ ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നടപടികൾ ഉണ്ടാകണം. മാത്രമല്ല ഒരു നിയമനിർമ്മാണം നടത്തി അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഇത് വെറുമൊരു പ്രഹസനം മാത്രമായി പോകരുതല്ലോ. അല്ല, ഇതുവരെയുള്ള നിലപാട് വെച്ച് നോക്കിയാൽ ഇതൊരു പ്രഹസനമായി തുടരുകയല്ലേ, പ്രഹസനമായി പോകുമെന്നല്ലേ തോന്നുന്നത്. സർക്കാരിന് സംരക്ഷിക്കേണ്ട ആരൊക്കെയോ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത് മേശപ്പുറത്ത് വെച്ച് അടവെച്ചിരുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇത് WCC അതിനെതിരെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് ഒരു നിർമ്മാതാവിനെതിരെ ഒരു നടിയുടെ പരാതി ഉണ്ടായിരുന്നു, ഒരു സംവിധായകനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികൾക്ക് അല്ലെ ആ സ്ത്രീകൾക്ക് ഈ WCC എന്ത് സംരക്ഷണമാണ് കൊടുത്തത്? എന്ത് സഹായമാണ് ചെയ്തത്? പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഒരു സഹായം ചെയ്തു കൊടുത്തതായിട്ടും എനിക്കറിവില്ല. WCC വലിയ ആഘോഷപൂർവ്വം അങ്ങ് ഉണ്ടാക്കി അതിനുശേഷം കുറച്ചു നാളൊക്കെ ഇങ്ങനെ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു എന്നല്ലാതെ പിന്നീട് ആരും അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയോ, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് WCC സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കിയിരുന്നത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അവരെവിടെയെങ്കിലും ചർച്ച ചെയ്തു? അവരതിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രതികരിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ പലരെയും വിളിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മൊഴിയെടുക്കുമ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ സംഘടനയുണ്ട് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഓരോ സെറ്റിലും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം, സ്ത്രീകളുടെ സുരക്ഷ കൃത്യമായി പരിപാലിക്കണം എന്ന് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരോടും പ്രൊഡ്യൂസറോടും ഒക്കെ നിർദ്ദേശം കൊടുത്ത സംഘടനയാണ് സർക്കാർ. അവിടെ ഒന്നും ഒരു WCC കണ്ടില്ല, അവരാരും ആവശ്യപ്പെട്ടിട്ടുമല്ല. ഇത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമായി ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ സ്ത്രീകൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പോ ഈ പ്രശ്നങ്ങൾ അങ്ങനെ സെറ്റുകളിൽ ഉണ്ടാകും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പൊതുവായി സ്ത്രീകൾ സുരക്ഷിതർ തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ. ഇതിനിടക്കാലത്തുണ്ടായ പ്രശ്നങ്ങളായിരിക്കും ഈ ഹേമ കമ്മീഷൻ മുമ്പാകെ സ്ത്രീകൾ അല്ലെങ്കിൽ നടികൾ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇക്കാലയളവിൽ പ്രത്യേകിച്ചും ഈ നടിയുടെ ഇഷ്യൂ വന്നു, നടൻ ഉൾപ്പെട്ട ആ കേസ് വന്നതിന് ശേഷം സിനിമാ രംഗം ഒട്ടൊക്കെ ഭയപ്പാടോടെയാണ് സ്ത്രീകളോട് സമീപിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഏത് നിമിഷമാണ് ഒരു തമാശ പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മറ്റൊരു പരിമിതി. എന്നാൽ അത് വേണ്ട,
സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീകളോട് മര്യാദപൂർവ്വം പെരുമാറണം, അവരെ തത്തുല്യരായി കണ്ടുകൊണ്ട് അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കണം എന്ന് കരുതുന്ന സിനിമാ പ്രവർത്തകരാണ് ഇന്ന് ഉള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരുടെ മൊഴിയെടുത്തുകൊണ്ട് അതിൽ സത്യമുണ്ടോ അതോ മനഃപൂർവ്വം പറയുന്നതാണോ എന്ന് കണ്ടെത്തി, അതൊക്കെ കണ്ടെത്താൻ വളരെ ഇവിടുത്തെ നമ്മുടെ പോലീസുകാർക്കോ നിയമപാലകർക്കോ കോടതികൾക്കോ ഒക്കെ കഴിയും. കണ്ടെത്തി ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ആരൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യമെന്നുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് കോടതി നമ്മളെ തുണയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ സജിമോൻ പാറയിൽ കോടതി പറഞ്ഞിരിക്കുന്നു, ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിക്കാകെ വേണ്ടിയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. സിനിമാ ഇൻഡസ്ട്രിയുടെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേയ്ക്ക് പോയത്. അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി, അതിന്റെ പിന്നിൽ ആളുകളുണ്ടോ, അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കും. എന്തായാലും സിനിമാ രംഗം ഒരു പരിഭ്രാന്തിയിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത് ഉൾപ്പെട്ടവരാണോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരാണോ ഒരു റിപ്പോർട്ട് വന്നത് പുറത്തു വരുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഭയപ്പാടോടെ സിനിമാ രംഗം അങ്ങനെ അത് പുറത്തു വരാൻ വെയിറ്റ് ചെയ്യുന്നു. പുറത്തു വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഉണ്ടാവാം. എന്തായാലും എന്റെ അഭിപ്രായം, അല്ലെ ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം, ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക തന്നെ വേണം. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം. യെസ്, കോടതിയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണ്, അത് നടത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെയാണ് ശ്രീ ജോസ് തോമസ്, ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തുമെന്ന് ഹർജിക്കാരൻ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഹർജിക്കാരൻ്റെ തെറ്റിദ്ധാരണയാണെന്നും കോടതി പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. ഡോക്ടർ പ്രമീളാദേവി ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മാം കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ യാത്രയിലായതുകൊണ്ടാണ് ഇടയ്ക്ക് ലൈൻ കട്ടാവുന്നത്. ഇപ്പോൾ കേൾക്കാം. ഓക്കെ മാം പറഞ്ഞു വന്നത് തുടർന്നോളൂ. അതെ, അതായത് വളരെ വൈകിയ വേളയിലെങ്കിലും ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാം എന്നുള്ള കോടതി വിധി വളരെ ആശാസ്യമാണ്. പ്രത്യേകിച്ചും ഈ ഹർജിക്കാരന് യാതൊരു വിധമായ അവകാശവും ഈ കാര്യത്തിന് തടസ്സം നിൽക്കുന്നതിനില്ല എന്ന ഒരു നിരീക്ഷണവും വളരെ പ്രസക്തമാണ്. അതോടൊപ്പം ഇത് വ്യക്തികളെ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക അസ്ഥാനത്താണ്. കാരണം സുദീർഘമായ ഈ റിപ്പോർട്ട് 2 വോളിയംസ് ആയിട്ടാണ്, 2 വാല്യങ്ങളായിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതും അതിൽ ആദ്യത്തെ വാല്യം മുഴുവൻ റിപ്പോർട്ടാണ്. ഈ കമ്മിറ്റി അംഗങ്ങൾ നടത്തിയ നിരീക്ഷണങ്ങളും പഠനങ്ങളും അവർ നടത്തിയ ചില വിനിമയങ്ങളും ഇന്ററാക്ഷൻസുമാണ്. രണ്ടാമത്തേതിലാണ് പൂർണ്ണമായ തെളിവുകളും സംഭവങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് ദോഷകരമായ തരത്തിലുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ്, റിഡാക്ട് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിച്ചത്ത് വരാൻ പോകുന്നത്. അത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, ജനപങ്കാളിത്തത്തോടെയുള്ള ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന്, തുടർച്ചയ്ക്ക്, വ്യവസ്ഥയ്ക്ക് അനുപേക്ഷ്യമാണ്, അനിവാര്യമാണ് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വെളിച്ചം കാണരുത് എന്ന ഹർജിക്കാരന്റെ ആവശ്യം തികച്ചും അസ്ഥാനത്താണ്. ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണ് എന്നതിപ്പോഴും നിഗൂഢമാണ്. കാരണം അദ്ദേഹത്തെ നേരിട്ട് ബാധിക്കുന്നതൊന്നും ഇതിനകത്തില്ല എന്നിരിക്കെ അദ്ദേഹം ആരുടെ ബിനാമിയാണ്, അഥവാ അദ്ദേഹം ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്, അദ്ദേഹം വെറും ഒരു പേര് മാത്രമാണോ, ആരെങ്കിലുമാണോ ഇതിന്റെ പിറകിലുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. സിനിമ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് ഒരു തൊഴിലിടം തന്നെയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും അതൊരു തൊഴിലിടമാണ്. ഏറ്റവും അതിശക്തവും അതിസ്വാധീനകരവുമായ പുതിയ മാധ്യമം എന്ന നിലയിൽ ആയിരിക്കുമ്പോഴും ആ തൊഴിലിടത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഏതാണ്ട് പകുതി പേര് വരുമെന്ന് കരുതുക, അത്രയും ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ചും ഇത് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, വാചിക, ആംഗിക ആക്രമണങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. മറ്റു പല കാര്യങ്ങളും ഈ കമ്മീഷൻ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അവർക്ക് വേഷം മാറുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടോ, ആരോഗ്യകരമായ സാഹചര്യങ്ങളുള്ള ശുചിമുറികളുണ്ടോ,
തുല്യമായ പങ്കാളിത്തം അവർക്ക് ഈ മേഖലയിൽ കിട്ടുന്നുണ്ടോ? അവർക്ക് ലഭിക്കുന്ന വേതനത്തിൽ തുല്യതയുണ്ടോ? കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിനുള്ള പ്രോത്സാഹനജനകമായ സാഹചര്യങ്ങളുണ്ടോ? ഇങ്ങനെ വളരെ പ്രധാനവും പ്രസക്തവും കാലികവും സംഗതവുമായ നിരവധി വിഷയങ്ങളെ കുറിച്ച് കൂടി ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേവലം ചില വ്യക്തികളെ ടാർണിഷ് ചെയ്യാൻ, ചെളിവാരി തേക്കാനാണ് എന്ന മട്ടിലുള്ള ഹർജിക്കാരന്റെ ആവശ്യം തികച്ചും അസംഗതമാണ്, തികച്ചും അപ്രസക്തമാണ്. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ പുറത്തു വരുന്ന ഭാഗം ഏതെങ്കിലും ആളുകളെ വ്യക്തിഹത്യ ചെയ്യുമെന്നോ ഏതെങ്കിലും ചില സ്ഥാപനങ്ങളുടെ, വ്യക്തികളുടെ, പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനമെന്നോ ഞാൻ കരുതുന്നില്ല. പക്ഷെ കുറ്റവാളികൾക്ക് ഭീതി ഉണ്ടാവും, അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുറ്റകൃത്യങ്ങൾ ചെയ്തവർ സ്വാഭാവികമായും ഭയപ്പെടുന്നുണ്ടാവും എന്താണ് പുറത്തു വരാൻ പോകുന്നത്. ഈ പൻഡോറയുടെ പേടകം തുറന്നാൽ എന്തൊക്കെ അപായങ്ങളായിരിക്കും പുറത്തു വരിക എന്നവർക്ക് ആശങ്കയുണ്ടാവും എന്നത് വാസ്തവം തന്നെ. ശരി മാം. ശ്രീമതി അഞ്ജു പാർവതി, നേരത്തെ നമ്മൾ സൂചിപ്പിക്കട്ടെ, നമ്മളിപ്പോൾ നിരന്തരം ഈ ഒരു ചർച്ചയിൽ തന്നെ വരുന്നത് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ത്രീ അതിജീവിത എന്ന് വിളിക്കുകയും പൊതിഞ്ഞു പിടിക്കുകയും പുരുഷൻ്റെ സ്വകാര്യതയെ മാനിക്കാതെ പലയിടങ്ങളിലും പരസ്യ വിചാരണ അവന് ഏൽക്കേണ്ടി വരികയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചെങ്കിലും എനിക്ക് വിയോജിപ്പുണ്ട് വ്യക്തിപരമായി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമാ മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങൾ അത് പൊതുവായിട്ടാണ്. സ്ത്രീക്കും പുരുഷനും അർഹിക്കുന്ന പരിഗണനയും പരിരക്ഷയും സുരക്ഷയും ഉറപ്പുവരുത്തണം എന്നൊക്കെ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീകൾ മാത്രമാണ് ബാധിക്കപ്പെടുന്നത് എന്നൊരു വാദം കൂടി ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്മിറ്റി, നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു അതിക്രമം, സ്ത്രീകളുടെ ഒരു സെക്സുമായിട്ട് അല്ലെങ്കിൽ അവരെ ചൂഷണം, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന വിഷയം മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്തിൻ്റെ പിന്നിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്തുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും 5 വർഷം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വ്യക്തമായ ഒരു പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് WCC. ഇപ്പോൾ WCCയുടെ ചില സമയത്തുള്ള ചിലരിടത്ത് മാത്രം WCC വലിയ രീതിയിൽ എന്താ പറയുക പ്രതിഷേധങ്ങൾ നടത്തുന്നു, ചിലയിടത്ത് അവർ വളരെ സൈലൻ്റ് ആവുന്നു എന്നുള്ളത് അദ്ദേഹം സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക നിർമ്മാതാവിനെതിരെ, സംവിധായകനെതിരെ ഒക്കെ ആരോപണം വന്നു. ശരിയാണ്, അതിനെതിരെയൊക്കെ WCC എന്ത് നിലപാടെടുത്തു? ഒന്നുമില്ല. എപ്പോഴും അവർക്ക് നിലപാട് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അവൾക്കൊപ്പം എന്നുള്ളൊരു വാദം മാത്രം. അതാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് WCC എന്ന സംഘടനയോടുള്ള വിയോജിപ്പും എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇത് പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, 5 വർഷം ഈ നീണ്ട ഒരു കാലയളവ്, ഈ പുറത്ത് വരുന്ന വിഷയങ്ങൾ തന്നെ അത് എത്രത്തോളം പുറത്ത് പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു ധാരണയില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് തന്നെ മദ്യം, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അടിക്കടി വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, സിനിമാ സെറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഞാൻ പറയുന്ന വൻപൻ ആളുകളുടെ പേരല്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, സപ്ലയേഴ്സിനൊക്കെ പിടിക്കുമ്പം കൊച്ചി അല്ലെങ്കിൽ ആ ഏരിയകളിലൊക്കെ കൊണ്ടെത്തിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വമ്പൻ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരേണ്ട ഒരു പേരെന്ന് പറയുമ്പം വേടൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു റാപ്പറുണ്ട്. അദ്ദേഹം വലിയ ഗായകനും ഒക്കെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുമ്പ് വരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മിറ്റി, ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും ശരിക്കും ഒരു വലിയൊരു വെല്ലുവിളി. അതാരാണ് ഇദ്ദേഹം? അതിൽ ഏറ്റവും മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ നിർമ്മാതാവ് ഹർജി കൊടുത്തു എന്ന് പറഞ്ഞു. അയാൾ പറയുന്നുണ്ട്, വിവരങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പലർക്കും ജീവന് അല്ലെങ്കിൽ ഭയങ്കര ഭീഷണി ഉണ്ടാവും, ഭയക്കേണ്ടതാണെന്ന്. ആരെ ഭയക്കുന്നു? അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? സിനിമാ മേഖലയിൽ ഭയക്കപ്പെടേണ്ടതായിട്ടുള്ള ആരോ ഉണ്ട്, അവിടെ ഒരു മാഫിയ ഉണ്ട്, ഭയക്കേണ്ടതായിട്ടുള്ളൊരു മാഫിയ ഉണ്ട് എന്നല്ലേ? അപ്പം എന്താണ് ഇത്രയും വലിയൊരു വ്യവസായം, സിനിമ പോലുള്ളൊരു വലിയൊരു വ്യവസായം, വലിയൊരു തൊഴിൽ മേഖല, അവരാരെയോ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ
അങ്ങനെയുള്ള സിറ്റുവേഷൻസിലല്ലേ ഗവൺമെന്റിന് ഫലപ്രദമായിട്ട് ഇടപെടേണ്ടത്. സർക്കാർ ശരിക്കും ഫലപ്രദമായിട്ട് ഇടപെടേണ്ടതും നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതും ഇത് പറഞ്ഞ പോലെ കുറേ ഇത് അവിടെ ഓരോ സുരക്ഷിതമാണോ, ഓരോ വ്യക്തിയും, ഞാൻ പറഞ്ഞ സ്ത്രീ മാത്രമല്ല, അവിടെ മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ വ്യക്തിയും സുരക്ഷിതമാണോ എന്ന് നോക്കേണ്ടതും ഒക്കെ ഇവിടുത്തെ സർക്കാരാണ്. കാരണം നമ്മുടെ ഇതൊക്കെ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും കോമൺ പീപ്പിളിൻ്റെ നികുതി പണം എല്ലാം ഒഴുകുന്നതാണ്. ഈ ഒരു കമ്മീഷൻ ആണെങ്കിൽ പോലും നമ്മുടെ നികുതി ഉൾപ്പെട്ടാണ് ആ കോടികൾ അല്ലേ കമ്മിറ്റിക്ക് വേണ്ടി കൊടുത്തത്. 1.25 കോടിയാണ് കൊടുത്തത്. 1.25 കോടി അത് ഗവൺമെന്റ് ഖജനാവിന്ന് വെറുതെ എടുത്ത് കൊടുത്തതല്ല, നമ്മുടെ നികുതി പണം. അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ട് ചോദിക്കാൻ. അപ്പൊ എന്തിനാണ് ഈ ഭയം? ആരെയാണ് ഭയക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ്? അപ്പൊ ഈ ശരിക്കും പുറത്തു കൊണ്ടുവരാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മാതാവിന്റെ പിന്നിലുള്ള കളിക്കുന്ന ആൾക്കാർ അവരായിരിക്കാം ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. സംവിധായിക അഞ്ജലി മെൻകോട്ട് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മാം കേൾക്കാമല്ലോ അല്ലേ? യെസ്. ഈ WCC എനിക്കറിയാം കുറച്ചുനാൾ മുൻപ് വന്നൊരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണ്. ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത് തന്നെ. 2019 മുതൽ 24 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത അത് ഭേദിക്കപ്പെടുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ച ഒരുപക്ഷെ ഹർജിയുമായി എതിർകക്ഷികൾക്ക് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെയൊക്കെ സമീപിക്കാൻ ഒരു സാവകാശം കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യത്തെ സ്വാഗതം ചെയ്യുന്നു. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്? ഇത് പൊതുവേ ഇതിലുള്ളൊരു ജേർണി ഞങ്ങൾക്ക് 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക് എന്നുള്ളൊരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെയാണ്. പക്ഷെ ഇതിൽ ഇനിയും റിപ്പോർട്ട് പുറത്ത് വന്നാൽ പോലും അത് എത്രത്തോളം ഈ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരമാണ് ഇതെല്ലാം നോക്കി കണ്ട് തന്നെ അറിയണം. അല്ലാതെ ഒരുപാട് ഓപ്റ്റിമിസ്റ്റിക്കും ആവാൻ പറ്റില്ല, എന്നാലും ഇതിൽ ഒരു കാര്യമില്ല എന്നും പറയാൻ പറ്റില്ല. സോ 1 സ്റ്റെപ്പ് ഫോർവേഡ് തന്നെയാണ്. ഓക്കെ, 1 സ്റ്റെപ്പ് ഫോർവേഡ് ആണ്. പക്ഷെ അതിനും എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു സർക്കാർ എന്നുള്ളൊരു ചോദ്യം സംഘടന തന്നെ മുന്നോട്ട് വച്ചിരുന്നല്ലോ. പക്ഷേ ആ ഒരു നിലപാടുകൾ ഒരു പക്ഷേ ശക്തമായിരുന്നില്ല എന്നൊരു വിമർശനമൊക്കെ വരുന്നുണ്ട് സംഘടനയുടെ. ഇത് ആകെ സംസാരിച്ചിട്ടുള്ള ഒരു സംഘടന ഞങ്ങൾ മാത്രമാണ്. അപ്പൊ ഞങ്ങളോടത് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ വേറെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ, നമ്മൾ അവരോട് വേണോ അതൊക്കെ ചോദിക്കാൻ? അവിടുന്ന് എത്രമാത്രം നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരോട് ഈ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് പ്രസക്തമാണ്. പക്ഷെ ഞങ്ങളോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്താ വെച്ചാൽ ഇതിന് ആകെ ആവശ്യപ്പെട്ട് നിൽക്കുന്നത്, സ്ഥിരമായിട്ട് നിന്നിട്ടുള്ളതും നമ്മൾ മാത്രമാണ്. ഓക്കെ മാം, ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ നമുക്കറിയാം നിരവധിയുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ അത് സർവ്വസാധാരണമാണ്. ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക, അതിനുശേഷം അത് റിപ്പോർട്ട് വരിക, അതിനുശേഷം അത് പൊടിപിടിച്ച് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ അതിന് പുറത്ത് അടയിരിക്കുക എന്നൊക്കെ ഒരുപക്ഷെ ഒരു സാമാന്യ ഭാഷയിൽ, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അങ്ങനെയാണിപ്പോൾ സാധാരണയായി നടന്നു വരുന്നത്. അങ്ങനെയാണ്. ഇതിന് പുറത്ത് ശക്തമായ ഒരു പക്ഷേ ചർച്ച വേണം എന്നുള്ളതാണ് WCCയുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു. ചർച്ച മാത്രമല്ല, അതിൽ കൃത്യമായൊരു നിയമനിർമ്മാണവും അത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നടപടികളൊക്കെ ആവശ്യമുള്ളതല്ലേ? അതിനൊക്കെ ഒരുപക്ഷെ ഇനി കുറച്ചുകൂടി വേഗം കൂടണ്ടേ? ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ സാധാരണ ഒരു റിപ്പോർട്ട് പോലെയല്ല. ഇവിടെ ഒരു വർക്ക് പ്ലേസിൽ നിയമലംഘനമാണ് നടക്കുന്നത് പലപ്പോഴും. അപ്പൊ അതിന് വേണ്ട ആ നിയമം പാലിക്കണം എന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് നമുക്ക് ഹൈക്കോടതിന്റെ ഒരു വേർഡിക്റ്റ് ഞങ്ങൾ കൊടുത്തിരുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം ഇങ്ങനത്തെ നിയമലംഘനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വരുമ്പം ഈ ഒരു വ്യവസ്ഥയിൽ തന്നെ അത് നടക്കാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തികളും നമ്മൾ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഇൻഡസ്ട്രിയും ഗവൺമെന്റും എല്ലാവരും ഏർപ്പെട്ടിട്ട് തന്നെ അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ബിക്കോസ് ഇത് വെറും ഒരു റിപ്പോർട്ട് എന്ന നിലയ്ക്ക് ഒരു ഒബ്സർവേഷൻ എന്നുള്ളത് മാത്രമല്ല, ഇതിലിങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു 7 ടേംസ് ഓഫ് റെഫറൻസ് കണ്ടു കാണും. ഹേമ കമ്മിറ്റി ശരിക്കും പാലിക്കേണ്ടിയിരുന്നത് 7 ടേംസ് ഓഫ് റെഫറൻസ് ആണ്. അപ്പൊ ഈ ഓരോ ടേംസ് ഓഫ് റെഫറൻസിന് അവർ എന്തൊക്കെ കണ്ടെത്തി, അതിനുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെ കുറിച്ച് കൂടുതൽ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വേറൊരു റിപ്പോർട്ടും കൂടെ എന്നുള്ള രീതിയിൽ എടുക്കാൻ സാധിക്കില്ല. കുറെ കൂടെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ടാക്സ് പേയേഴ്സ് മണിയും കൂടെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള കാര്യമാകുമ്പോൾ അതിന് വേണ്ട ഒരു രീതിയിൽ സീരിയസ്നെസ് കൊടുക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യം റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ. ഓക്കെ മാം, ഒപ്പം തന്നെ നമുക്കറിയാം ഈ റിപ്പോർട്ടിൽ അതിലെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന രേഖകളുണ്ട്, സ്ക്രീൻഷോട്ടുകളുണ്ട്, ഓഡിയോ ക്ലിപ്പുകളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ ഒരുപക്ഷെ ഒരു സ്വകാര്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഒന്ന് മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അറിയാമല്ലോ, ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞത് ഈ മുഖം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തു വരാൻ ആഗ്രഹിക്കാത്തവർ പറയുന്നതിന് ഒട്ടും സാധുതയില്ല എന്നൊക്കെയായിരുന്നു കോടതിയിൽ വിമർശനം ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് കൂടി
ഇത് തള്ളിപ്പോയ ഒരു ഹർജിയുടെ പേരിൽ നമ്മളിപ്പോ വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അതിന് ഒരു പക്ഷേ ഇതുമായിട്ടൊരു അപ്പീൽ പോവുകയാണെങ്കിലും വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഹർജിക്കാരൻ മുന്നോട്ട് വെക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ അതിനെതിരെ സംസാരിച്ച ആൾക്കാർ വീണ്ടും ആ നെക്സ്റ്റ് സ്ഥലത്തും ഉണ്ടാവുമല്ലോ. സോ നോട്ട് ടു വറി. ആരും ഈ ലെവൽ വെച്ച് നിർത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുക്കണം എന്നാണെങ്കിൽ നമുക്കും വളരെ താല്പര്യമുണ്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. ഓക്കെ, ശ്രീമതി അഞ്ജലി മേനോൻ, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരും എന്നൊക്കെ ഒരു പക്ഷേ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ തന്നെ പറഞ്ഞതായി സർക്കാർ അങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ ഇത്രയും വർഷമെടുത്തതിൽ നിരത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചലച്ചിത്ര മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുവരെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്, റൈറ്റ്? അപ്പൊ അങ്ങനെ ഓൾറെഡി എത്രയോ ആൾക്കാർക്ക് പല രീതിയിലും എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ, ഇത് നല്ലൊരു വർക്ക് പ്ലേസ് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ബേസിസിൽ മാത്രം തകർന്നു പോകുന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറാണ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഇതുവരെ നടന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾക്ക് മാത്രം പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇനി വരാനുള്ള തലമുറകൾക്കും കൂടെ പ്രൊട്ടക്ഷൻ വേണം. ഇനി ഇങ്ങനത്തെ എന്താ പറയാ ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കരുത്. വർക്ക് പ്ലേസ് തികച്ചും ഒരു സീറോ ടോളറൻസ് സ്പേസ് ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ട് നടത്തുമ്പോഴേ നമുക്കൊക്കെ അവിടെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ആവശ്യം. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി. എന്തായാലും പ്രതികരിച്ചതിന്. ചലച്ചിത്ര വ്യവസായ മേഖല ഒരുപാട് പേരുടെ ചോറാണ്. മാത്രമല്ല ഒരുപക്ഷെ നമ്മളും എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സിനിമ കണ്ട് ഒന്ന് റിലാക്സ് ആയേക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല, ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ആ മേഖലയെ അപ്പാടെ ഒന്നുകൂടി അതൊന്ന് ശുദ്ധീകരിക്കാനുള്ളതാകട്ടെ എന്നുള്ള റിപ്പോർട്ടാണ്, പ്രത്യാശയാണ് മുന്നോട്ട് വെച്ചത് അഞ്ജലി മേനൻ എന്നുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി വളരെയധികം നന്ദി അഞ്ജലി മേനൻ. സംവിധായകൻ ജോസ് തോമസിലേക്ക് പോവുകയാണ്. സർ, ഹൈക്കോടതി പറഞ്ഞത് ഈ സിനിമാ രംഗത്തെ അനാരോഗ്യകരമായ പ്രവണതകളെ ഒരുപക്ഷെ അതിനെ വെള്ളപൂശാൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെടുത്ത് ചോദിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ചൂഷണം ഒക്കെ കുറിച്ച് സംസാരിച്ചു. ഈ ലഹരി ഉപയോഗം അതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് പൊതുവിൽ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ അഞ്ജലി മേനോന്റെ വാക്കുകൾ കേട്ടല്ലോ. WCC ആണ് ഇതിന് ഏറ്റവും അധികം ശബ്ദം ഉയർത്തിയതെന്നാണ് അവർ പറയുന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി 10 മാസമായിട്ട് അത് പുറത്തു വിടാതിരുന്നിട്ട് ഇവർ സംസാരിക്കും. അത് മാത്രവുമല്ല, കോടതി പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് അഞ്ജലി മേനോൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ട്, അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല, ഇനിയെങ്കിലും സുതാര്യമായി ഭംഗിയായി സിനിമാ രംഗം പോകണം. അപ്പൊ അതിന്റെ അർത്ഥം ആ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമേ ഇല്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ചെയ്തിട്ടും കാര്യമില്ല. ആ റിപ്പോർട്ട് പഠിച്ചിട്ട് ഹേമ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇനി സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ പുതിയ ചില നിയമങ്ങൾ ഉണ്ടാക്കി പരിഷ്കരിച്ചാൽ പോയാൽ മതിയല്ലോ എന്നല്ലേ അവരാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, സിനിമാ രംഗം ലഹരിയുടെ പിടിയിലാണെന്ന് കൊച്ചിയിൽ ജീവിക്കുന്ന എനിക്കറിയാം. പണ്ട് കാലത്ത് കഞ്ചാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് രാസലഹരിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു സംഘടനാ നേതാവ്, നടനാണ്, സംവിധായകൻ, ഒരു നടന്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ കഥകൾ കേട്ടോ ഞെട്ടിപ്പോയി. ഒരു സിനിമ പാതി വഴിക്കിട്ട് പോയ സിനിമ, അത് തീർക്കാൻ വേണ്ടി ഈ സംഘടനാ നേതാവിന്റെ സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ് നിർമ്മാതാവും സംവിധായകനുമല്ല. അങ്ങനെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ കഞ്ചാവിന് അടിമയായിട്ടിരിക്കുകയാണ് നടൻ. കഞ്ചാവല്ല, അല്ലെങ്കിൽ ലഹരി. ഇദ്ദേഹത്തിന് മണിക്കൂറുകളെടുത്തു സംസാരിച്ച് ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ. അത് ഒരു വ്യക്തിയുടെ കാര്യമല്ല. സിനിമാ രംഗത്തെ പുതിയ തലമുറയിൽപ്പെട്ട നടീനടന്മാരും സംവിധായകരും ഛായാഗ്രാഹകരും ഒട്ടനവധി കുട്ടികൾ ലഹരിക്ക് അടിമയാണ്. അവര് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ എന്നോട് ഒരു നടൻ പറഞ്ഞത്, ഒരു നാടകത്തിൽ നിന്നൊക്കെ വന്ന ഒരു നടനാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത നടനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു സിനിമയുടെ വർക്ക് തീർന്നിട്ട് രാത്രി റൂമിൽ വന്നു, അന്ന് രാത്രി തന്നെ പോകണം. സംവിധായകന്റെ റൂമിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു ജനക്കൂട്ടമാണ്, അത് പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരുടെയും മുഖം കാണാൻ പറ്റില്ല. അദ്ദേഹം എക്സാമ്പിൾ പറഞ്ഞത്, പണ്ട് വാഴക്കുലയൊക്കെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി പുകയിട്ട് പഴുപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ആ മുറിയിലേക്ക്. ഒരു നിമിഷം കൊണ്ട് സാർ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്.
ഈ ഒരു അവസ്ഥ ഇന്ന് സിനിമാ രംഗത്ത് ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് സ്ത്രീകളും പുരുഷന്മാരൊന്നും വ്യത്യാസമൊന്നുമില്ല. പുതിയ കുട്ടികളായ അഭിനേതാക്കളും മറ്റ് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളും ഒക്കെ ഈ ലഹരിക്ക് അടിമ തന്നെയാണ്. ഇവർ പാർട്ടികൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടല്ലോ. ഈ ലഹരി അങ്ങ് ചെന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. അടുത്ത ദിവസം പോലും ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ചില പേക്കൂത്തുകളുണ്ട്. പിന്നെ ഈ സ്ത്രീകൾക്ക് നിയമസുരക്ഷയും പരിരക്ഷയും എല്ലാം കിട്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ചിലരുണ്ട്. എനിക്ക് ചില കേസുകൾ കൃത്യമായി അറിയാം. ഈ സ്ത്രീ പീഡനത്തിന് അല്ലെ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയ ഒരു കേസിൽ കോടതി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. ആ പ്രതി പറഞ്ഞത് ഇവർ തമ്മിലുള്ള എല്ലാ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ആ പെൺകുട്ടി പണം മേടിച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ രേഖകളും എല്ലാം കോടതിയെ കാണിച്ചപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇത് പരസ്പര ധാരണയോട് ചെയ്ത കാര്യമാണെന്ന് കോടതിക്ക് മനസ്സിലാക്കി ജാമ്യം കൊടുത്തു. അപ്പോ ശരിക്കും അവഹേളിക്കാൻ വേണ്ടി, പുരുഷനെ അവഹേളിക്കാൻ വേണ്ടി സ്ത്രീകൾ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട് ഈ നിയമത്തിന്റെ പിൻബലത്തിൽ. അതും നമ്മൾ കാണാതെ പോയി. എന്തായാലും ഈ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് സിനിമാ രംഗത്ത് ഒരുപാട് അക്രമങ്ങളും അതിക്രമങ്ങളും കൂടി വരികയാണ്. നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന ദുരവസ്ഥ പറയാനും വയ്യ. അപ്പോ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന സുരക്ഷ അല്ലെ ഉണ്ടാവേണ്ട സുരക്ഷ മാത്രമല്ല, നിർമ്മാതാക്കൾക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് ദുരിതങ്ങളും ദുരനുഭവങ്ങളും അതുമൊക്കെ ഇല്ലാതാവണം. ഇതിന് സർക്കാർ മുൻകൈയെടുത്ത് ഒരു നിയമ സുരക്ഷ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സിനിമാ രംഗം നന്നാവൂ. ഇവിടെ സിനിമാ രംഗത്ത് വളരെ സീനിയറാണ് ഞാൻ. എനിക്കൊക്കെ ലജ്ജാകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊന്നും ചിലപ്പോ നിയമത്തിന്റെ മുമ്പിലോ അല്ലെ പബ്ലിക്കിന് മുമ്പിലോ എത്തുന്നില്ല. ഇതൊക്കെ പലപ്പോഴും ചില ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടു പോവുകയാണ്. അത് കേൾക്കുമ്പോൾ, ആ ചർച്ചകൾക്ക് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എങ്ങനെയാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരിലെ സിനിമയിലേക്ക് വരുന്നവർ ഇങ്ങനെ തകർന്നു പോകുന്നത്? ഇവർക്ക് കുടുംബമില്ലേ, സഹോദരി സഹോദരന്മാരില്ലേ, മാതാപിതാക്കളില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. ഇവിടുത്തെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ, ഈ ലഹരി കച്ചവടം പിടിക്കാൻ സർക്കാർ ഊർജിതമായി ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ സിനിമാ രംഗമെന്നല്ല ഈ യുവതലമുറ നശിച്ചു പോവുക തന്നെ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. നിങ്ങൾ സിനിമാ രംഗത്തെ അനീതികളും അക്രമങ്ങളും ഒക്കെ കണ്ടെത്തി ശരിയാക്കിക്കോളൂ. പക്ഷെ അതിനു മുമ്പ് ഈ മേഖലയിലേക്ക് ലഹരി വന്നൊഴുകുന്നത്, അതിനു വേണ്ട നിയമപരിരക്ഷ, ഇത് ഇവിടെ എത്താതിരിക്കാൻ, എത്തിയാൽ എത്തുന്നവരെ കൈയോടെ പിടികൂടാൻ ഒക്കെയുള്ള നിയമപാലകരുടെ ശുഷ്കാന്തി വർദ്ധിപ്പിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാൻ. അഞ്ജു പർവ്വതി മാം, നേരത്തെ സംവിധായിക അഞ്ജലി മേനോൻ പ്രതികരിച്ചത് മാമും കേട്ട് കാണുമല്ലോ. പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പരാതിക്കാർ എതിർകക്ഷി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. മാത്രമല്ല WCCയുടെ പല നിലപാടുകളും ശക്തമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏക ആവശ്യം ഉന്നയിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞ WCC ആണെന്നാണ് അഞ്ജലി മേനോൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് തീർച്ചയായും ഇപ്പം അഞ്ജലി മാമിൻ്റെ സംസാരം ഞാൻ കേൾക്കുമായിരുന്നു. അവർ പറഞ്ഞു ഇത് 1 സ്റ്റെപ്പ് എഹെഡാണെന്ന് പറഞ്ഞു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ കേരളീയ സമൂഹം എല്ലാത്തിലും നമ്മൾ പ്രോഗ്രസീവാണ്. സ്ത്രീ മുന്നേറ്റം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ നമ്മളിങ്ങനെ ലേബൽ ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ. ആ ഇതിൽ 1 സ്റ്റെപ്പ് എഹെഡ് ആവേണ്ട ഒരു സംഭവമല്ല ഇത്. ഞാൻ പറയുന്നുണ്ട്, അഞ്ജലി മാം അത് പറയുന്നുണ്ടാവും 1 സ്റ്റെപ്പ് എഹെഡ് എന്ന്. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് 100 സ്റ്റെപ്പ് ബാക്ക്വേർഡാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ഈ 5 വർഷം ഈ ഇത്രയും വലിയൊരു ടൈം ലിമിറ്റ് നമ്മുടെ ഒരു സ്ത്രീ വിഷയങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നു. തൊഴിൽ മേഖലയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം നടന്നു. നടിയുമായിട്ട് ആക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഘടന ഫോം ചെയ്യുന്നു. ഒക്കെ ചെയ്തിട്ട് ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 2019 നോക്കൂ, 5 വർഷം, ഇത്രയും വലിയൊരു സമയം. അതിനുശേഷം തന്നെ ഹൈക്കോടതി വരെ പോകുന്നു, ഹർജി അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുവാണോ, 1 സ്റ്റെപ്പ് എഹെഡാണോ 100 സ്റ്റെപ്പ് ബാക്ക് ആണോ? അതാണ് ആദ്യം. പിന്നെ ഇത് അഞ്ജലി മാമിൻ്റെ അവിടത്തിൽ തന്നെ WCC എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്കൊന്നിലും ഒരു വ്യക്തത ഇല്ല എന്നുള്ള കാര്യമാണ്. ഈ WCC പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? അവരെ സംഘടന ഫോം ചെയ്തതിന് പിന്നിൽ വ്യക്തമായ വേറെ കുറേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ചിലരെയൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്തൊരു സംഘടനയാണെന്നേ ഞാൻ അതിനെക്കുറിച്ച് പറയും. തീർച്ചയായും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാരണം അവർക്കൊരിക്കലും ഒരു സ്ത്രീകളുടെ വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളും അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിലുള്ള എല്ലാ സ്ത്രീകളുടെ വിഷയങ്ങളിലും എന്താണ് അവരുടെ നിലപാട്? ഒരിക്കലുമില്ല.
അവരുമായിട്ട് ചേർന്ന് പോകുന്ന കുറച്ച് ആൾക്കാരുടെ കളക്റ്റീവ്, അതാണ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ സ്ത്രീകളുടെയും ഇപ്പം ഞങ്ങളെ സംഘടനയിലുണ്ടോ ഇല്ലേ എന്നല്ല, ഏത് സ്ത്രീക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടൊരു സംഘടന വരുമ്പോൾ അതിൽ വിഷയം നമ്മൾ ഇടപെടണം. ഇവിടെ അത് അവർ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. അതുപോലെ പാസ്റ്റ് ഇവൻറ്റ്സ് നമ്മൾ നോക്കണ്ട, മുന്നോട്ടെന്ന് പറഞ്ഞു. എന്ത് പാസ്റ്റ് ഇവൻറ്റ്സ്? ഇവർ സംഘടന ഫോം ചെയ്ത് തന്നെ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് തന്നെയല്ലേ ഒരു സംഘടന ഫോം ചെയ്തത്. അപ്പം അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണത്? അപ്പം അവർക്ക് തന്നെ അറിയാം ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പം എല്ലാ മേഖലയിലുള്ള എല്ലാവരെയും ഈ മാഡം, അതായത് ഹേമ മാഡം, അവർ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരെയും, അത് വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെയൊന്നുമില്ല, പല സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത മേഖലയിലുള്ള സാങ്കേതിക വിദഗ്ധർ തൊട്ട് അങ്ങനെ ആൺ-പെൺ വേർതിരിവൊന്നുമില്ല, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ വിമൻ ഇൻ കളക്റ്റീവ് സിനിമയിലുള്ളവർക്ക്, തലപ്പത്തുള്ളവർക്കും വ്യക്തമായിട്ട് അറിയാം. പലരും അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്കും പ്രശ്നമാവും എന്നറിയാം. അതുകൊണ്ടാണ് ഇതൊരു അഴകുഴമ്പം മട്ടായിട്ട് തോന്നി. അതൊന്നും അവരെ പോലൊരു സംവിധായകയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം സ്ത്രീപക്ഷ സിനിമകൾ എടുക്കുക, എപ്പോഴും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ, എപ്പോഴും അങ്ങനെ പറഞ്ഞൊരു സംവിധായികയാണ് മാം. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സംവിധായികയാണ്, അവരുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരിപ്പോൾ പറഞ്ഞ അവിടുന്ന് വളരെ നിരാശാജനകമായിരുന്നു. ആസ് എ വിമൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു വല്ലാത്തൊരു അഴകുഴമ്പൻ നിലപാടായിപ്പോയി. എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ ആർക്കാണ് നിർബന്ധം? പിന്നെ എന്താണ് WCC അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് മാത്രം ഈ ഒരു കമ്മിറ്റിക്ക് പോകും, ഞങ്ങൾ ആദ്യം തൊട്ട് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആ സംഘടനയ്ക്ക് അവകാശമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ശരിക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള തൊഴിലിടത്തിലെ എല്ലാവിധ ചൂഷണങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷൽ മാത്രമല്ല അവിടെ വരുന്നത്, തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, വേതനം, അത് ആരും പറയാതെ പോണ കാര്യമാണ്. ഏറ്റവും എനിക്ക് തമാശ തോന്നിയിട്ടുള്ള കാര്യം, എല്ലായിടത്തും നമുക്ക് ജെൻഡർ പൊളിറ്റിക്സ് വേണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ ഈ ഒരു ഇത് തന്നെ ജെൻഡർ പൊളിറ്റിക്സാണ്. എവിടെ നോക്കിയാൽ ഞാൻ ജെൻഡറാണ്. അപ്പോൾ ഈ ഒരു ജെൻഡർ ശബരിമലയിൽ മല കയറാൻ വേണ്ടി മാത്രം ഒരു ജെൻഡർ പൊളിറ്റിക്സ് വേണം എന്നാണ്. പക്ഷേ സിനിമാ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ജെൻഡർ പൊളിറ്റിക്സിന് പ്രാധാന്യം വേണ്ട. അല്ലെ വേതനത്തിൻ്റെ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ സെലിബ്രിറ്റീസ് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്നത് ഒരു പക്ഷേ അതേ രീതിയിലുള്ള നടിക്ക് കിട്ടും. പക്ഷെ അവിടെയും അത് തെറ്റല്ലേ? ഇതൊന്നും ചോദിക്കാനായിട്ട് ഇവിടെ ഒരു സ്ത്രീപക്ഷ സംഘടനകളില്ല എന്നുള്ളതാണ് ഏറ്റവും തമാശ. ഇവിടുത്തെ സ്ത്രീപക്ഷ സംഘടന എന്താണ്? അവർക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടൊരു വസ്തുത എന്താ വെച്ചാൽ, സിനിമ എന്നുള്ള ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാം നമുക്കൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ, ധ്രുവീകരണമാണ്. എൻ്റെ പക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മുന്നോട്ട് ഒക്കെ ആയിട്ട് പോവുക, അടുത്ത പക്ഷത്തിനെ നമുക്ക് കരിവാരി തേക്കുക, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. എൻ്റെ പക്ഷത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് കാണാതെ പോവുക എന്നുള്ള ആ ഒരു രീതി, ഇതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സിനിമാ മേഖലയിലാണെങ്കിലും അത് തന്നെയാണ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഈ സർക്കാരിൻ്റെ നിലപാട് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു സിനിമ, അതിൻ്റെ നമ്മുടെ അടുക്കള സിനിമ എന്ന് പറയാം അല്ലേ, വലിയ വിപ്ലവമായ ഒരു സിനിമയാണ്. എന്തായിരുന്നു ഇവിടെ അതിൻ്റെ പേരിൽ നടന്ന ചർച്ചകൾ, തുറന്നെഴുത്തുകൾ, പാട്രിയാർക്കി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സ്ത്രീ മുന്നേറ്റം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഇവിടെ ശക്തമായിട്ട് അതിനുവേണ്ടി നിലയുറപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു പക്ഷത്ത് നിലയുറപ്പിക്കുമ്പം ഓപ്പോസിറ്റ് സൈഡും അതിനെതിരായിട്ട് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പാട്രിയാർക്കിക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷേ ആ സിനിമ മുന്നോട്ട് വെച്ച ചില രാഷ്ട്രീയ പൊളിറ്റിക്സ് ഉണ്ട്. അവിടെയാണ് ഹിഡൻ അജണ്ട. ആ സിനിമ എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കി അല്ല, അതിൻ്റെ ഇതിൽ വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഇത് സംസാരിച്ച് വരുമ്പോഴേക്കും ആ ഒരു പൊളിറ്റിക്കലി ഇതിലേക്ക് പോകും. പക്ഷേ ഈ എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ഞാൻ പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ ഇതിലായിക്കോട്ടെ, ഇവിടെയും വ്യക്തമായിട്ടുള്ള ഹിഡൻ പൊളിറ്റിക്സ് ഉണ്ട്. അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളായിരുന്നു ഇപ്പോൾ WCCയുടെ ഇതായിട്ട് അഞ്ജലി മാം പറഞ്ഞിട്ട് പോയ ആ ഒരു എന്താ പറയുക, എന്തോ വേണ്ടെന്ന് ആർക്കോ വേണ്ടി ഒരു നിലപാടങ്ങ് എടുക്കുവാണ്. കാരണം ഇത് ആരൊക്കെയോ സംരക്ഷിക്കണം, ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കാനുണ്ട്. ഇവർക്ക് എപ്പോഴും ഉയർത്തിക്കാണിച്ചൊരു ശത്രുപക്ഷത്ത് കാണിക്കാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാവും. പക്ഷെ വലിയ വലിയ കടങ്ങളെ അല്ലെങ്കിൽ ഒരു മാഫിയ, ആ ടീമുകളെ രക്ഷിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ജോസ് തോമസ് സാർ പറഞ്ഞു, അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. സത്യമാണ്, മലയാള സിനിമയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് ഡീലാണ്. നമുക്കറിയാം എത്ര ഇതാണെന്ന്. അതിൻ്റെ പേരിൽ സംവിധായകർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ടിനി ടോമിനെ പോലുള്ള നടന്മാർ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെയാണ്, ഒതുക്കപ്പെടുമോ എന്ന് പേടി കാരണം പലർക്കും പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ടുള്ള കേരളം എന്ന് പറയുന്നു. സ്ത്രീ മുന്നേറ്റം, അതിൽ കെട്ടിയ കേരളം. പക്ഷേ ഈ കേരളത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്നപ്പോൾ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ എത്ര ഇതാണ് അത്. അതുമായിട്ട് എന്തെങ്കിലും
പറഞ്ഞ ലേബൽ ചെയ്തതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാസ്തവമായിട്ടുണ്ടായിരുന്നോ? 5 വർഷം ആ ഗ്യാപ്പ് തന്നെ പോരെ നമ്മുടെ ഇരട്ടത്താപ്പ് വ്യക്തമാവാൻ. അപ്പോൾ ഇവിടെ എല്ലാം എങ്ങനെയാണ്? ഇതിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇത് ഉണ്ടായിട്ടുണ്ട്, അതൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ്. പക്ഷേ ഇത് അട്ടിമറിക്കപ്പെടും, അടുത്ത അപ്പീലിലേക്ക് പോകും. ഇതിന് പിന്നിലേക്ക് വൻപം ഈ ഒരു നിർമ്മാതാവിൻ്റെ പിന്നിൽ വലിയ വലിയ ആളുകളുണ്ട്. അതിലേക്ക് WCC ഒന്നും പോവില്ല എന്നുള്ളതാണ്. കാരണം WCC എന്ന് പറയുമ്പം അവർക്ക് വ്യക്തമായിട്ട് വേറൊരു ഹിഡൻ അജണ്ടയുണ്ട്. ഇതെല്ലാം ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് കളികളുണ്ട്. അതിൻ്റെ അകത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അതല്ലാതെ തന്നെ നല്ല വ്യക്തമായിട്ടുള്ള ഗ്രൂപ്പിസമുണ്ട്. അപ്പോൾ ഇതൊന്നും വെളിയിൽ വരില്ല. പക്ഷേ ഇത് പൊതുജനങ്ങൾ, നമ്മൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വിമൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗര എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഈ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം. അത് അഭിനയം തന്നെ ആവണം എന്നില്ല, ക്യാമറയ്ക്ക് മുന്നിൽ വസ്ത്രാലങ്കാരം, പാട്ട്, എല്ലാ രീതിയിലും. അപ്പം അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ മേഖല കൊടുക്കാൻ പറ്റുക? അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഈ മേഖലയിൽ ചെല്ലുന്ന എൻ്റെ കുട്ടി അല്ലെങ്കിൽ വരുന്ന തലമുറ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും? ഇങ്ങനെ എല്ലാ രീതിയിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടേംസ് അല്ലെങ്കിൽ നമ്മളെന്താ നിയമം രക്ഷിക്കാനുള്ള കുറേ ഇത് ഉണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് പറയാൻ ഉറപ്പുണ്ടോ? അതിനുള്ള ഏതെങ്കിലും സംഘടനയ്ക്ക് നട്ടലുണ്ടോ അല്ലെങ്കിൽ സർക്കാരിനുണ്ടോ? അപ്പോൾ ഇല്ല. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ കേരളം എല്ലാ കാര്യങ്ങളിലും പോലെ ഇവിടെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇപ്പോൾ ചലച്ചിത്ര ശ്രീ മഹേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മഹേഷ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് സാഹചര്യം, അത് ഹൈക്കോടതിയുടെ ഒരു വിധി പ്രസ്താവത്തോടെ കളമൊരുങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ചർച്ച. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഈ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അത് പലരെയും ബാധിക്കും, പലരുടെയും മുഖം മൂടി കഴിഞ്ഞു വീഴും. ഒരു പക്ഷേ സിനിമാ മേഖലയെ അപ്പാടെ അത് ബാധിക്കുമെന്നൊക്കെ പല രീതിയിലുള്ള ഒരു പക്ഷേ ചില ചർച്ചകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ പൊതുസമൂഹത്തിനുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, ഇത് ശരിക്കും പൂർണ്ണമായിട്ടും യാതൊരു രീതിയിലുമുള്ള ഈ തെളിച്ചക്കുറവുള്ള വെച്ചിട്ട് ഇത് പുറത്തോട്ട് കൊണ്ടുവരരുത്. ഇത് പൂർണ്ണമായിട്ടും തന്നെ ഇത് ആരെയും മോഹം രക്ഷിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവൻ നമ്മുടെ നിയമത്തിന്റെ ഒരു രീതി വെച്ചിട്ട് തെറ്റ് ചെയ്തവൻ എന്തായാലും നിയമത്തിന് മുന്നിൽ വരണം. അത് എത്ര ഉന്നതനായിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് ഇത് പിന്നെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പൂർണ്ണമായിട്ടും ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണോ സർക്കാരിനെ ഏൽപ്പിച്ചത് അത് അപ്പാടെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനകത്തുള്ള സംശയങ്ങളും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും നടീനടന്മാരെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ ആണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയത്തിനെതിരെ, ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നതിനെതിരെ കോടതിയിലേക്ക് പോയ നിർമ്മാതാവ്, അദ്ദേഹത്തിന്റെ ഇന്റൻഷനിൽ വലിയൊരു സംശയം പലയിടത്തു നിന്നും അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച്, കാരണം കോടതി തന്നെ ഇതിൽ വലിയ രീതിയിൽ വിയോജിപ്പ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന പറഞ്ഞ പോലെ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളവർ ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ട വേണം. ഇത് വേണ്ടാത്ത രീതിയിൽ മറയുണ്ടാക്കി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ചിലരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ഈ കോടതിയിൽ പോയിട്ട് ഇതിന് സ്റ്റേ കൊടുക്കാൻ ശ്രമിച്ചത്. അതോ ഇനി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംശയം ബാക്കി വെക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അഭിപ്രായം. അങ്ങനെ എന്തിനാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്തായാലും സർക്കാരിന്റെ രൂപത്തിൽ ഇത്രയും കാശ് മുടക്കി ഇത്രയും 2019 ഇപ്പൊ എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷമൊന്നും ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് സത്യമാണ്. നമുക്ക് വേണ്ടത് നീതിയാണ്. ഈ സിനിമയിലുള്ള നടിമാർക്ക് എല്ലാവർക്കും തന്നെ വേണ്ടത് നീതിയാണ്. ആ നീതി കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ഭയപ്പെടട്ടെ. അവരൊക്കെ ചില മുഖങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമത്തിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിന് ഒരുപക്ഷെ അത്തരത്തിലൊരു വിലക്ക് ഉണ്ട്. അത് ആരൊക്കെ പല തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരുപക്ഷെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ മറച്ചു വെക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയും കൂടിയുണ്ട് പൊതുസമൂഹത്തിൽ. നോക്കൂ, ഇതിനകത്ത് ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തു നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതിനകത്ത് വേണ്ടത് സോളിഡ് തെളിവുകൾ തന്നെയാണ്. തെളിവുകളോടുകൂടി പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പേരുണ്ടെങ്കിൽ അത് പുറത്തു തന്നെ വരണം. ആരെങ്കിലും ആരോപിച്ചു, വ്യക്തിത്വം തന്നെ നമുക്കറിയാം. ഒരു വലിയ നിർമ്മാതാവിനെതിരെ ഒരു നടി വ്യക്തിപരമായ വിരോധത്തിന്റെ പുറത്ത് ആരോപണം ഉന്നയിച്ചിട്ട് അവസാനം അദ്ദേഹത്തിനെ കോടതി കുറ്റവിമുക്തനാക്കി. ശരിയല്ലേ?
അപ്പൊ അങ്ങനെയല്ല, ആർക്കും ആരെ പറ്റി എന്ത് പറഞ്ഞാലും, സ്ത്രീകൾ ആരെ പറ്റി എന്ത് ആരോപണം ഉന്നയിച്ചാലും അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടണം. അല്ലാണ്ട് ഒരു ആരോപണത്തിന്റെ പുറത്ത് മാത്രം ഒരാളുടെ പേര് അല്ലെങ്കിൽ ഈ പിന്നെ ജനസമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു പേര് നശിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അതിനെ നമുക്ക് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ശ്രീ മഹേഷ്, ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ശ്രീ ജോസ് തോമസും കൂടിയുണ്ട്, സംവിധായകനും കൂടിയുണ്ട് നമ്മുടെ പാനൽ. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം, പ്രത്യേകിച്ച് ആ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം, അത് വലിയ രീതിയിൽ പ്രശ്നമായതിന് ശേഷം ഒരു തമാശ പറയാൻ പോലും, അത് മാത്രമല്ല ഈ മീറ്റു ആരോപണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഒരു തമാശ പോലും പറയാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സിനിമയിലെ ലഹരി ഉപയോഗം അതുമൂലം കഷ്ടപ്പെടുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഒരുപാടുണ്ട്. അത് ഈ കഞ്ചാവെന്നൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപക്ഷെ ഒരു തലമുറയുടെ തലച്ചോറിനെ അപ്പാടെ പുകച്ചു കളയുന്ന എത്രയോ പേർ ആരാധനയോടെ കാണുന്ന താരങ്ങളാണ്. യുവതലമുറയിൽപ്പെട്ട പലരും അതിന് അടിമകളാകുന്ന ഒരു സാഹചര്യം. അതൊക്കെയല്ലേ ശരിക്കും അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷെ എന്റെ ഒരു വിശ്വാസം ഇപ്പൊ അത് ഒരുപാട് അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ അറിയാമല്ലോ, ചില നടന്മാർക്കെതിരെ വന്നിട്ടുള്ള, യുവ നടന്മാർക്കെതിരെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാലോ. അപ്പൊ അതിനൊക്കെ ശേഷം ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനകത്ത് ഈ സംഘടനകളെല്ലാം തന്നെ, അതായത് ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടന ആയിക്കോട്ടെ, ഫെഫ്ക ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നിലപാടുകൾ എടുത്തോടുകൂടി ഒരുപാട് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ക്ലിയർ ആക്കേണ്ടതാണ്. പക്ഷെ അത് നല്ല നേർവഴിക്ക് അവരെല്ലാം വരുന്നുണ്ട്, നല്ല രീതിയിൽ വീണ്ടും അവർ സിനിമയിൽ സജീവമാവുന്നുണ്ട്, സിനിമകളുടെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ജോസ് തോമസ് സാറ് പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഇതിനകത്ത് ഇപ്പം ഒന്ന് നോക്കി ചിരിക്കണമെങ്കിൽ പോലും 4 പ്രാവശ്യം ഒന്ന് നമ്മൾ ആലോചിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് ഒരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. പണ്ട് പിന്നെ അദ്ദേഹത്തിന് തന്നെ അറിയാം, ഈ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബം പോലെ ഒത്തൊരുമയോടുകൂടി തന്നെയായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതെല്ലാം മാറി ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ലൊക്കേഷന്റെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ മാത്രം ബന്ധങ്ങൾ, അല്ലാത്തപ്പോൾ പരസ്പരം പോരാടാൻ നിൽക്കുന്ന രീതിയിലുള്ള മനസ്ഥിതികൾ, അത് വളരെ സങ്കടകരം തന്നെയാണ്. കേസർ, ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ വേതനത്തിലെ ഏറ്റക്കുറച്ചിലുകളും ഒപ്പം തന്നെ ഈ ചൂഷണങ്ങളും മുതലെടുപ്പും ഒക്കെ ഈ ഒരു മേഖലയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത്, പക്ഷേ സിനിമാ മേഖല മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കിയതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിനകത്ത് നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർക്ക് വേണ്ടത് ഈ സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടി അതിനകത്ത് നിന്നും കിട്ടുന്ന വരുമാനമാണ്. അതിന് ഈ നമ്മൾ ഏത് പ്രോഡക്റ്റ്, നമുക്ക് ഒരേ പ്രോഡക്റ്റ് തന്നെ പല വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ലേ. ചിലതിന് നല്ല വില ഉണ്ടാവും, ചിലതിന് നല്ല ഗുണങ്ങളുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള വിലയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേതനം ഇപ്പൊ സർക്കാർ രീതിയിൽ ഏകീകരിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ, ശമ്പളം ഒരേപോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ പോലെ അത് നടക്കില്ല. കാരണം മാർക്കറ്റ് വാല്യൂ, ഇപ്പൊ എന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. എന്നെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും, ഇത്രയും രീതിയിൽ നമുക്കിത് ഈ സിനിമ കച്ചവടം ചെയ്യാം എന്ന് നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ തോന്നണ്ടേ. അപ്പൊ അതുകൊണ്ട് വേതനത്തിന്റെ കാര്യം ഈ പറയുന്ന പോലെ അവരവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ്. മാർക്കറ്റ് വാല്യൂ ഉള്ളവർക്ക് നല്ല വേതനം കിട്ടും, യാതൊരു സംശയവും ഇല്ല, കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു തുല്യത വേണമെന്ന് പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ലെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ശരി, വളരെയധികം നന്ദി എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയും സമയം സംസാരിച്ചതിന്, പ്രതികരിച്ചതിന് ശ്രീ മഹേഷ്. ശ്രീ ജോസ് തോമസിലേക്കാണ്. സർ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു മേഖലയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ക്യാരവൻ കൾച്ചർ എന്ന് നമ്മൾ പറയും. പക്ഷേ ബോളിവുഡിലൊക്കെ എവിടെയോ വായിച്ച് അറിഞ്ഞത് താരങ്ങൾക്ക് മാത്രമല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു ക്യാരവൻ വേണം, മാത്രമല്ല പെറ്റ് ആനിമൽസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ക്യാരവൻ വേണം, അതുപോലെ സഹായികൾക്ക് അടുത്ത ക്യാരവൻ, അങ്ങനെ ക്യാരവാനുകളുടെ നിരയാണ് സെറ്റിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ പതുക്കെ ആ ഒരു കൾച്ചർ മലയാള സിനിമാ രംഗത്തേക്കും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഒരുപക്ഷെ ഈ സംവിധായകനൊപ്പം തന്നെ നിർമ്മാതാവിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഒക്കെ വരുന്നൊരു സാഹചര്യം. മാത്രമല്ല ലഹരി ഉപയോഗം നേരത്തെ പറഞ്ഞതുപോലെ അതിലെല്ലാം തിരുത്തൽ വരേണ്ട സമയം അതിക്രമിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ഒരു സ്ത്രീകൾ മാത്രം, ഇപ്പോൾ ശ്രീ മഹേഷ് പറഞ്ഞ പോലെയാണ്, ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ഭയപ്പാടാണ്. താങ്കൾ പറഞ്ഞു ഒരു തമാശ പറയാൻ പോലും പിടിക്കുന്നു, ചിരിക്കാൻ പോലും പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം എപ്പോഴും ചൂഷണമാണ് സ്ത്രീകൾക്ക് നേരെ എന്നുള്ളൊരു പറച്ചിൽ, അത് ഒഴിവാക്കി ഒരുപക്ഷെ അനാരോഗ്യകരമായ മറ്റ് അനവധി പ്രവണതകൾ നമ്മുടെ ഈ മേഖലയെ പിന്നോട്ടടിക്കുന്നതുണ്ട്. അതിലേക്ക് ഇനി എപ്പോഴാണ് ആരാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്, അതൊക്കെ ഒഴിവാക്കാൻ. ഈ കാരവാൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഒരു പരിധി വരെ കാരവാൻ അത്യാവശ്യത്തിന് വേണം. കാരണം ഈ സ്ത്രീകൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അടുത്ത വീടുകൾ തേടി പിടിച്ച് അങ്ങനെ പോയൊക്കെയാണ് ചെയ്തിരുന്നത്. എന്നാൽ
ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാരവാൻ ഒരു സൗകര്യം തന്നെയാണ്. എന്നാൽ അത് ഒരു ലൊക്കേഷനിൽ 10ഉം 12ഉം കാരവാൻ, ഓരോ നടനും ഓരോ കാരവാൻ, ഓരോ നടിക്കും ഓരോ കാരവാൻ, ഇങ്ങനെ വന്നാൽ അത് പ്രൊഡ്യൂസറുടെ തലയിലാണ് ആ ഭാരം. അതിന് സംശയമൊന്നും വേണ്ട. ആദ്യകാലത്ത് താരങ്ങൾ തന്നെ ആ കാരവാന്റെ റെന്റ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി. കാരവാന്റെ റെന്റ് കൊടുക്കുന്നതും ഡീസൽ അടിക്കുന്നതും അതിന്റെ ഡ്രൈവർക്കും കൂടെയുള്ളവർക്കും ബാറ്റ് കൊടുക്കുന്നതും എല്ലാം നിർമ്മാതാവ് തന്നെ കൊടുക്കണം. ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അങ്ങനെയാണല്ലോ പടത്തിന്റെ കോസ്റ്റ് അങ്ങ് ഉയരുകയാണല്ലോ. ഒരു സിനിമ ഉണ്ടാക്കാൻ ഇപ്പോൾ 5 കോടി രൂപ വേണമെന്നിരിക്കും. അതിൽ സിനിമയ്ക്ക് വേണ്ടി ചെലവാകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിംഗ്, അതിന്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാകുന്നത് വെറും 1 കോടി രൂപയായിരിക്കും. ബാക്കി 4 കോടി രൂപയും പ്രതിഫലമായിട്ടും ഇതുപോലുള്ള ചെലവുകൾക്കാണ് പോകുന്നത്. ഇത് നിർമ്മാതാവിന്റെ ദുരവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഈ കാരവാൻ സംസ്കാരം വന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ പുതിയ തലമുറ കാരവാൻ വേണം എന്ന് ശഠിക്കുന്നതിനൊരു, അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാരവാൻ വേണമെന്ന് പറയുന്നത് അതിനകത്ത് ഈ ലഹരി ഉപയോഗം മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമെന്നുള്ളത് കൊണ്ടാണ്, ആരും അറിയാതെ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെടുന്നതാണ് പൊതുവെയുള്ള സംസാരം. എന്തായാലും ആ സംസ്കാരം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കാരവാന്റെ ഇതിൽ നിന്നും മാറാൻ പറ്റില്ല. പക്ഷേ ലഹരി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? ഇപ്പൊ മഹേഷ് പറയുന്നു ലഹരി ഇപ്പൊ ഡിസിപ്ലിൻ ആയിട്ടുണ്ടെന്ന്. ഡിസിപ്ലിൻ ആയതിന്റെ പിന്നിൽ നേരത്തെ അഞ്ജലി മേനോൻ ചോദിച്ചു ഏത് സംഘടനയുണ്ട്. ഇപ്പോൾ നമ്മുടെ പാനലിലുള്ള ആ മാം പറഞ്ഞു നട്ടലുള്ള ഏത് സംഘടനയുണ്ട്. ശരിക്കും നട്ടലുള്ള ഒരു സംഘടന, തൊഴിലാളികളുടെ സംഘടന, സിനിമാ ചലച്ചിത്ര പ്രവർത്തക സംഘടനയുണ്ട്, ഷെസ്ക. ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും സാങ്കേതിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കെതിരെ ഒരു വിരൽ പോലും അനങ്ങില്ല. നിങ്ങളെ അവർ കാത്ത് സംരക്ഷിക്കും. ഞങ്ങൾ സംഘടന ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. ഏത് വനിതകളോടും മാന്യമായിട്ടും സഭ്യമായും അന്തസ്സോടെയും പെരുമാറാൻ പഠിക്കുക. അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള ക്ലാസ്സുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ സംഘടനാ നേതാവ് ബി ഉണ്ണികൃഷ്ണൻ ഹേമ കമ്മീഷനിൽ 2 ദിവസം പോയി മൊഴി കൊടുത്തിരുന്നു. സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ടാവും. പക്ഷേ ഈ റിപ്പോർട്ടിൽ നേരത്തെ ആരോ പറഞ്ഞു സ്വകാര്യത വേണമെന്ന്. ശരി, പറഞ്ഞ ആളുടെ പേര് പറയണ്ട, ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് പൊതുസമൂഹത്തിന് അറിയാമല്ലോ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നടിയുടെ കേസ് തന്നെ, നടിയുടെ പേര് പറയുന്നില്ല, അതിജീവിത എന്നാണ് പറയുക. എന്നാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ദിലീപിന്റെയും മറ്റുള്ളവരുടെയൊക്കെ പേരുകൾ വെളിച്ചത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മൊഴി കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ, ആ സ്ത്രീകളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ആർക്കെതിരെ പരാതി ഉന്നയിച്ചു അയാളെ കൊണ്ടുവന്ന് അയാളെ വിസ്തരിച്ച് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാമല്ലോ. എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിന്റെ സാക്ഷികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇത് പഴയ കാര്യം തേടിപ്പിടിക്കേണ്ട എന്ന് ഒരു വനിതാ സംഘടനയുടെ അംഗം തന്നെ പറയുമ്പോൾ പിന്നെ നമുക്കൊക്കെ എന്ത് പറയാൻ പറ്റും? ഞങ്ങളൊക്കെ ശക്തമായി പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണം, കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ്. പക്ഷേ WCCയുടെ ശക്തിയായ ഒരു അംഗം, ഒരു വനിതാ സംവിധായിക, വനിതാ എഴുത്തുകാരി പറയുകയാണ് പഴയതൊന്നും തേടി പോകണ്ട, ഇനി നമുക്കൊന്നും സംഭവിക്കാതെ നോക്കാമെന്ന്. ലജ്ജാകരമെന്നല്ലാതെ എന്താ പറയുക? പിന്നെ എന്തിനാണ് 1.25 കോടി രൂപ മുടക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? എന്തിനാണ് ജനങ്ങളുടെ നികുതി പണം എടുത്ത് കൊടുത്തത്? എന്തിനാണ് ആദ്യം WCC രൂപീകരിച്ചത്? WCCയുടെ പ്രവർത്തകർ അതിന് ഉത്തരം പറയണം. ഇന്ന് ബീന പോൾ അടക്കം അതിന്റെ ശക്തരായ നേതാക്കളാണ്. അവരൊക്കെ ഒരക്ഷരം വേണ്ടി കാണുന്നില്ല. ഇതിന്റെ കോടതി വിധി വന്നു, സ്റ്റേ വന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സ്റ്റേ കൊടുത്തു. എവിടെയെങ്കിലും ഒരു അക്ഷരം വേണ്ടി കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ആരെയൊക്കെ അവരും സംരക്ഷിക്കുന്നു. അല്ലെ സർക്കാരിനെതിരെ പറഞ്ഞാൽ ഭയപ്പാടാണ്. ഇവിടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സിനിമയുടെ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് എന്താണ് അറിയാവുന്നത്? അദ്ദേഹത്തിന് ജനത്തെ സംരക്ഷിക്കണമായിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവാം റിപ്പോർട്ട് വെളിയിപ്പെടണ്ട. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം, കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ശ്രീ അഞ്ജു പാർവതി, ഇപ്പോൾ നമ്മുടെ സംവിധായകൻ അദ്ദേഹം പറഞ്ഞത്, ജോസ് തോമസ് സർ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണില്ല. കാരണം ഫെഫ്ക എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകൾ അത് ഒരുപക്ഷെ ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമല്ല, ഈ ബി ഉണ്ണികൃഷ്ണൻ പോയി സധൈര്യം
പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണം ഒഴിവാക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ക്ലാസ്സുകൾ വരെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരോട് വളരെ മാന്യമായും അന്തസ്സോടെയും പെരുമാറണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഉള്ള സംഘടനകൾ എടുക്കുന്ന പല കാര്യങ്ങളും നമസ്കരിക്കപ്പെടും? നമ്മളൊന്നും പോലും അറിയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത്. WCC പോലെയുള്ള സംഘടനകൾ താങ്കൾ പറഞ്ഞ കൃത്യമായ രാഷ്ട്രീയമുള്ള ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു താങ്കൾ പറഞ്ഞ രീതിയിലുള്ള സംഘടനകളുടെ നിലപാടുകൾ മാത്രം എടുത്തു കാണിക്കപ്പെടുന്നതും എന്നുള്ളതാണ്. തീർച്ചയായും ഇത് അദ്ദേഹം പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും അറിയുന്നത്. ഇങ്ങനെ ക്ലാസ്സുകളുണ്ട്, ഇങ്ങനെ വളരെ എന്താ പറയുക, നമ്മൾ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയൊക്കെ ഒരു ടീമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് സിനിമാ മേഖലയിലുള്ളതല്ല, പക്ഷേ നമ്മൾ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാം. എന്നും നമ്മുടെ മലയാള സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരു കോക്കസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബെൽറ്റുകളാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഉണ്ണികൃഷ്ണൻ സാർ അങ്ങനെ അദ്ദേഹം കുറച്ച് പേര് ഇത് നന്നാക്കിയെടുക്കണം. കാരണം അത് വൻ വ്യവസായമാണ്. തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേരുടെ അന്നം, അത് അഭിനയിക്കുന്നവർ മാത്രമല്ല, അങ്ങേയറ്റത്തെ ലൈറ്റ് ബോയ്സ് തൊട്ട് തുടങ്ങുന്ന ഒരു ഇതാണ്. അതിങ്ങനെ ചെയിൻ ആയിട്ടുള്ള ഇതാണ്, നമുക്കറിയാം. അപ്പം ഇത് ഒരു തകർച്ച വന്ന് ഇങ്ങനെ വളരെ മോശം ഇതാണ് എന്ന് വന്ന് ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ അത് വളരെ മോശമായിട്ട് ബാധിക്കുമ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനെ വരരുത് എന്ന് കരുതി അതിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ സാറും അദ്ദേഹം ജോസ് തോമസ് സാറ് പറഞ്ഞ പോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇതേയും ചർച്ചയ്ക്ക് വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു മീഡിയാസിലും വന്നിട്ടില്ല. അതാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ കാണിച്ചുള്ള പ്രൊമോഷൻസും അങ്ങനെ ഒരു കാര്യം വെച്ചാൽ WCCനെ പൊക്കി കൊണ്ടുവന്നിട്ട് WCC തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇതാ മലയാള സിനിമയിൽ സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾ ഇനി മലയാള സിനിമ സ്ത്രീകളുടേതായ ഒരു ഇടം കണ്ടെത്തിയിരിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതാണ് ചോദിക്കുന്നത്, ഈ 5 വർഷം അതിൽ ഈ ഒരു WCC വൻ പരാജയമാണ് എന്ന് തെളിയിക്കാനുള്ള കാര്യം തന്നെയാണ് ഈ 5 വർഷം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് മിണ്ടാതിരുന്നതും. അതായത് ആരും നോക്കൂ, ഇന്നിപ്പോൾ ഹൈക്കോടതി വരും വരെയും അത് ക്വയറ്റാണ്. അത് ജൂലൈയിൽ പുറത്ത് വരും എന്ന് പറഞ്ഞ റിപ്പോർട്ടായിരുന്നു. അത് 5 വർഷത്തിന് ശേഷം ജൂലൈയിൽ വരും എന്ന് പറഞ്ഞു. ജൂലൈയിൽ വരുന്ന സമയമായപ്പോഴേക്കും ആരോ മുന്നിട്ടിറങ്ങി. പക്ഷേ എനിക്ക് ഇപ്പോഴും ചോദിക്കുന്നത് WCC ഇതിനെതിരെ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? ഇപ്പം ഒരു ഹർജിക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്താനായിട്ട് എന്ത് ശ്രമങ്ങളാണ് WCC എടുത്തത്? ഇല്ല. WCCയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രമങ്ങളും ഉണ്ടാവില്ല. കാരണം WCCക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, WCC എന്ന് പറഞ്ഞ സംഘടന ഫോം ചെയ്യണതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം WCCക്ക് അന്നും ശത്രുപക്ഷത്ത് കുറച്ച് പേര് താഴേക്ക് വരണം, കുറച്ച് പേര് മലയാള സിനിമയിൽ ഉയർന്നു വരണമായിരുന്നു. അതൊരു പക്ഷേ സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമുക്ക് ആ മേഖലയായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ജോസ് തോമസ് സാറും അങ്ങനെയുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും. ഏത് പക്ഷമാണ് തറന്നു പോകേണ്ടത്, ഏത് പക്ഷമാണ് ഉയർന്നു വരേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പം WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്കുള്ളിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. ആ സംഘടന ഫോം ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും WCC എന്ന് പറഞ്ഞ സംഘടന സ്ത്രീകൾക്ക് വേണ്ടി, സിനിമയിലുള്ള അസംഘടിതരായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് സംഘടന, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വ്യക്തമായ സംഘടനകൾ പലതും ചെയ്യുന്നുണ്ട്, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ മേഖലയിൽ ഇങ്ങനെ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? പക്ഷേ ഒരു പക്ഷത്തെ എപ്പോഴും താറടിച്ച് കാണിക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എപ്പോഴും നമുക്കറിയാം, മീഡിയാസിൽ വരുന്നൊരു കാര്യമാണ് കാസ്റ്റിംഗ് കൗച്ച്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാമെന്ന് പല നിർമ്മാതാക്കൾക്കും സംവിധായകരോടും ഞാൻ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അത്തരം അവസരങ്ങൾ അങ്ങോട്ട് ചോദിച്ച് മേടിക്കുക. അപ്പോൾ അന്നേരം തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഒരു കൺസെൻറ്റിൻ്റെ വിഷയം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല എന്ന് പറയുമ്പം 80+ ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്ഷൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അയാൾക്കൊപ്പം പോകാം എന്നുള്ളൊരിത് അവിടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായി ഇതിൽ തന്നെയാണ് നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംവിധായകനെതിരെ വരെ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ കിടക്കാൻ തയ്യാറാണ് ഞാൻ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൂടെ പോയിട്ട് പിന്നീട് എനിക്ക് അടുത്ത സിനിമയിൽ അവസരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മീ-ടു ആരോപണമായിട്ട് വന്നിട്ട് സ്ത്രീ സുരക്ഷകൾ, അതായത് നിയമം വെച്ചിട്ട് പുരുഷന്മാരെ ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക വിമൻ കാർഡ് ഇറക്കുന്ന ആ ഒരു വിഷയം കൂടെ ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ ചർച്ചയിൽ. അത് പറയണം. കാരണം നമ്മൾ മീ-ടു ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെയാണ് മറ്റൊരു വിഷയം, ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ സ്വകാര്യത
സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സ്വകാര്യതയാണ്. നമ്മളിവിടെ അതിജീവിത എന്ന് പറയുന്നു, അവർ ആരോപിക്കപ്പെട്ട അതായത് പീഡിപ്പിക്കപ്പെട്ട നടി അതിജീവിത. പക്ഷേ അദ്ദേഹത്തിനെതിരെ, ആ അതിജീവിതയ്ക്കെതിരെയായിട്ട് നിൽക്കുന്ന ദിലീപ്, അദ്ദേഹത്തിനെ കോടതി ഈ നിമിഷം വരെയും ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച, ഇതെല്ലാം അവിടെ പേര് വെളിയിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ട് ആ രണ്ട് നീതി? അപ്പം ശരിക്കും നമ്മൾ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജോസ് തോമസ് സാറ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടൊരു വിഷയമുണ്ട്. സ്വകാര്യതകൾ മാനിക്കപ്പെട്ടിട്ട് തന്നെ കുറേ ആൾക്കാർ ഓരോരുത്തരെ കുറിച്ച്, അത് സിനിമയ്ക്കകത്ത് തന്നെ ചില സൈറ്റുകളിൽ, സിനിമാ സൈറ്റുകളിൽ ചിലർ വളരെ വൻ രീതിയിലുള്ള ചൂഷണം നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ ആരാണത് പറഞ്ഞു എന്നുള്ളത് പുറത്ത് പറയണ്ട, പക്ഷെ ആർക്കെതിരെയാണെന്നുള്ളത് പുറത്ത് സംസാരിക്കാമല്ലോ. ഈ പുറത്ത് വിടാതെ തന്നെ ആ സിനിമയ്ക്കകത്തുള്ളവർക്ക് ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നാലല്ലേ ആരാണ് ശരിക്കും ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ അവിടെ നിൽപ്പുള്ളത്. കാരണം ഇനി അടുത്ത കുട്ടികൾക്ക് ഈ മേഖലയിൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യേണ്ടവരല്ലേ. അഭിനയിക്കുന്നവർ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, ഒരു ഭയമില്ലാതെ ഈ മേഖലയിലേക്ക് പോകണ്ടേ. അപ്പം കൃത്യമായിട്ട് അവിടെ ആരാണ് ഈ സിനിമാ മേഖലകളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുന്നത് ആരാണെന്ന് അറിയേണ്ടതല്ലേ. അപ്പം ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് തന്നെയാണ് വന്നിരിക്കും. പക്ഷെ എനിക്കറിയില്ല എന്തായിരിക്കും എന്ന്. നമ്മുടെ കേരളമാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു പ്രഹസനമായിട്ട് കൊണ്ടുവന്ന് സർക്കാരിനെ മുഖം രക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി കൊണ്ടുവരുന്നു. 5 വർഷം അത് മിണ്ടാതിരിക്കുന്നു. അതായത് കമ്മിറ്റി ഒരൊപ്പം തന്നെ WCCക്കൊപ്പം കാണിക്കുകയാണ്. ഈ WCCയിലുള്ള മെമ്പേഴ്സിനെ ഇവർക്ക് ഉയർത്തി കാണിക്കണം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവരുടെ സർക്കാരിൻ്റെ ഒരുപാട് പരിപാടികളിൽ അവരെ ഉയർത്തി കാണിക്കണം. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാത്രി നടത്തങ്ങൾ, സെലിബ്രിറ്റി രാത്രി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല. അപ്പോൾ അവർക്ക് ഉയർത്തി കാണിക്കാൻ സെലിബ്രിറ്റി മുഖം വേണം. അപ്പോൾ അവർക്കൊപ്പം തന്നെ ഇവർ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഉണ്ടാക്കിയ കമ്മിറ്റി ആവാം. അവർക്ക്, ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പച്ചക്കൊടി കാണിച്ചവർക്ക്, അത് സർക്കാരിൻ്റെ ഭരണപക്ഷത്തുള്ളവർക്ക് ഒരിക്കലും ഇത് കൊണ്ടുവരണ്ട എന്ന് ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു കാണാം. അതൊക്കെ തന്നെയല്ലേ വരുന്നത്. കാരണം മുന്നേറ്റം പ്രോഗ്രസീവായിട്ടുള്ള കേരളത്തിൽ ഒരു ഇങ്ങനത്തെ ഒരു കാര്യത്തിന് 5 വർഷം എടുത്തു. ആ കാലതാമസം തന്നെയാണ് ഏറ്റവും മോശം, ഏറ്റവും പിന്തിരിപ്പൻ എന്ന് തന്നെ പറയേണ്ടി വരും. യെസ്, അവസാനമായി ശ്രീ ജോസ് തോമസ് ഒറ്റ കാര്യം കൂടി, നമുക്ക് സമയപരിമിതി ഉണ്ട് സർ, പെട്ടെന്ന്. കാരണം ശ്രീ മഹേഷ് നേരത്തെ പറയുകയുണ്ടായി ഈ വേതനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ. ഒരുപക്ഷെ എനിക്കിത്ര വേതനം വേണമെന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ അത്രയും വേതനം വാങ്ങിക്കാൻ അർഹനാണോ അല്ലെങ്കിൽ അർഹയായോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തരേണ്ടവർ കൂടിയാണ്, മാത്രമല്ല പ്രേക്ഷകരുമാണ്. അത്തരത്തിൽ സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് കൃത്യമായി വേതനം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, വേതനത്തിന്റെ കാര്യത്തിൽ അഭിനേതാക്കൾ ഒഴികെ മറ്റ് സാങ്കേതിക പ്രവർത്തകർ, ക്യാമറാമാൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂമർ, അതിലൊക്കെ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. തുല്യ വേതനമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല. ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ വിവേചനം പറയുന്നത്. അത് ഈ അടുത്ത കാലത്ത് ഒരു പടം ഓടിയ ഒരു ആർട്ടിസ്റ്റ് 1.5 കോടി രൂപ പ്രതിഫലം ചോദിച്ചു. പെൺകുട്ടിയല്ല, നായകൻ. അപ്പോൾ എല്ലാവരും ഞെട്ടി. അയാൾ പറഞ്ഞു 1.5 കോടി രൂപ എന്നാൽ ഞാൻ വരാം, അല്ലെങ്കിൽ എന്നെ വിട്ടേക്കൂ എന്ന് പറയും. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. ആ പുരുഷന്മാർക്ക് കൊടുക്കുന്ന വേതനം സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല, കൊടുക്കാൻ പറ്റുകയില്ല. അതൊരു സിനിമയുടെ ഒരു പൊതുരീതിയാണ്. പക്ഷെ സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകൾക്ക് തുല്യ വേതനമാണ്. മേക്കപ്പ് മാൻ പട്ടണം റഷീദിന് കൊടുക്കുന്ന അതേ വേതനമാണ് സ്ത്രീ മേക്കപ്പ് ആർട്ടിസ്റ്റിനും കൊടുക്കുന്നത്. അത് അവിടെ ഹൈറാർക്കി അങ്ങനെയൊന്നുമില്ല. വൻ ചെറുത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുമില്ല. ആ പ്രൊഡ്യൂസർ പറയുകയാണ്, കാശ് കൂട്ടി ചോദിക്കുന്ന ആളെ ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല, വേറൊരാളെ കാസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ സംവിധായകൻ അതിന് നിർബന്ധിതനാകും. ഇപ്പോൾ ഒരു നടി, ഒരു സെക്കൻഡ് ഹീറോ എന്ന് വിചാരിക്കുക, പറയുകയാണ് എനിക്ക് 20 ലക്ഷം രൂപ വേണം പ്രതിഫലം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറയും നമുക്ക് മറ്റൊരാളെ കാസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ച വേതനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേതനത്തിൽ വേർതിരിവുണ്ടാക്കി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ബാക്കി സാങ്കേതിക പ്രവർത്തന കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും അഞ്ജു പാർവതി മാം പറഞ്ഞ അവസാനത്തെ കാര്യങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരു സ്ത്രീയായിട്ട് കൂടി സ്ത്രീകൾ കാണിക്കുന്ന ആ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അഞ്ജു പാർവതി മാം പറഞ്ഞതിൽ ഞാൻ ബിഗ് സല്യൂട്ട് തരുന്നു. നന്ദിയുണ്ട്. ശരി.
ഇരയ്ക്കൊപ്പം എന്ന് പറയുന്നു. എന്നാൽ രാഷ്ട്രീയമായ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന ചില സംഘടനകളുടെ എങ്കിലും നിലപാട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ, സത്യമായി തന്നെ വരട്ടെ. ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ തുറന്നു കാണിക്കപ്പെട്ടെ, ഒപ്പം തന്നെ നിയമനിർമ്മാണവും നടക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാം തന്നെ നന്ദി. ചർച്ചയോടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം ജനം ടുനൈറ്റ് കാണാം. നമസ്തേ.